ഏഴാം വോളിയം DVD-യിൽ നമ്മൾ പഠനമാക്കുന്നത് സഹസ്രാബ്ദ വാഴ്ചയും അന്ത്യന്യായവിധിയും എന്ന വിഷയമാണ്. ആ വിഷയത്തിൻ്റെ ഗൗരവമേറിയ പശ്ചാത്തലം ഒരു പഠന വിഷയം എന്നതുപോലെ ഒരു ലഘു പ്രഭാഷണമാക്കിക്കൊണ്ട് ആ വിഷയത്തിൻ്റെ ഗൗരവമായ ഭാഗത്തേക്ക് നമ്മൾ വരികയാണ്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 1-ാം വാക്യം മുതൽ 20-ാം അധ്യായത്തിൻ്റെ സിംഹഭാഗവും സഹസ്രാബ്ദ വാഴ്ചയുള്ള ബന്ധത്തിൽ ഉള്ള പഠനമാണ്. 19-ാം അധ്യായം 1-ാം വാക്യം ആദ്യം വായിക്കാം. അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ കേട്ടത്, ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. അവിടുത്തെ ആ വാക്യത്തിന്റെ തുടക്കം തന്നെ നമ്മൾ ശ്രദ്ധിക്കൂ. അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ കേട്ടത്. അനന്തരം എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? വെളിപ്പാട് പുസ്തകത്തിന്റെ പഠനം 1-ാം അധ്യായം മുതൽ 22-ാം അധ്യായം വരെയും പ്രവചന ചരിത്ര വിഷയവുമായി ബന്ധത്തിൽ വളരെ ക്രമീകൃതമായിട്ടാണ് കിടക്കുന്നതെന്ന് വിശ്വസിക്കുന്നതിനാണ് ഞാൻ. ആ നിലയിലാണ് ഈ പഠനം തുടരുന്നത്. പല അധ്യായങ്ങളും ഓർഡറിലല്ല, അത് മുമ്പും പിമ്പുമായി കിടക്കുന്നുവെന്നൊക്കെയും പറയുന്നവരുണ്ട്, പഠിപ്പിക്കുന്നവരുണ്ട്. എന്നാൽ അങ്ങനെയല്ല, അത് ഓർഡറിൽ കിടക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതും നമ്മുടെ ചിന്താ വിഷയവും. അങ്ങനെ 1 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ നമ്മൾ വിഷയമാക്കി ചിന്തിച്ചതിൽ 6 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിൽ മഹോപദ്രവം എന്ന വിഷയത്തെ നമ്മൾ ചിന്തിച്ചു. ഈ ചാർട്ടിൻ്റെ വെളിപ്പാട് പുസ്തക ഭാഗമാണ് ഈ കാണുന്നത്. അതിൽ സഭായുഗം കഴിഞ്ഞു, കർത്താവായ യേശു ഇവിടേക്ക് വരിക എന്നുള്ള അർത്ഥത്തോടുകൂടെ കാഹളനാദം മുഴക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചവരും ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടുന്നു. അവർ സ്വർഗത്തിലേക്ക് പ്രതിഫലം വാങ്ങുവാനായി കർത്താവിനോടേക്കിലേക്ക് കടന്നു പോകുന്നു. അടുത്തതായി സംഭവിക്കുന്നത്, അവർക്ക് പ്രതിഫല വിഭജനത്തിനായി 4-5 അധ്യായത്തിൽ വിശദീകരിച്ചിരിക്കുന്ന സ്വർഗീയ സമ്മേളനവും അതിൻ്റെ മഹത്വവുമാണ്. അപ്പോൾ തന്നെ 6-ാം അധ്യായം മുതൽ 18-ാം അധ്യായം വരെയും മഹാപീഡനം എന്ന ഒരു വിഷയമാണ്. 6 മുതൽ 18 വരെയുമുള്ള അധ്യായങ്ങളിൽ അതിഭയങ്കരമായ ദൈവികമായ ന്യായവിധി എങ്ങനെയാണ് ഭൂമിയിലേക്ക് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ തുടർമാനമായി ചിന്തിച്ചു കൊണ്ടിരുന്നു. ആ സംഭവ പരമ്പരകൾ കഴിഞ്ഞ ശേഷം അതാണ് അനന്തരം എന്നോട് വായിക്കാൻ തുടങ്ങിയത്. എവിടെ? 19-ാം അധ്യായം 1-ാം വാക്യത്തിൽ അനന്തരം ഒന്ന് വായിച്ചു. അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ കേട്ടത്. വലിയൊരു പുരുഷാരത്തിന് മഹാഘോഷം പോലെ കേട്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കൂ, 19-ാം അധ്യായം വരെയും ഒരു സ്തുതിയോ ഹല്ലേലൂയ, അതായത് 6 മുതൽ 18 വരെയുള്ള അധ്യായങ്ങൾ ഒരിടത്തും കാണാത്തതായ ഒരു സ്തുതി പല്ലവിയോടുകൂടെ, ഒരു ആരാധനയുടെ ശബ്ദത്തോടുകൂടെ, ഒരു സ്വർഗീയ ചൈതന്യത്തോടുകൂടെ 19-ാം അധ്യായം തുടങ്ങും. അവിടെ ബഹുപുരുഷാരം എന്ന് പറയുന്ന ആരാ? ഇന്ന് ഭൂമിയിലെ സഭ അഥവാ എക്ലീഷ്യ ഒരു വലിയ പുരുഷാരത്തിൻ്റെ കൂട്ടമാണ്. എങ്ങനത്തെ പുരുഷാരം? സകല ജാതി മതസ്ഥരിൽ നിന്നും കാലാകാലങ്ങളിൽ രക്ഷിക്കപ്പെട്ട് ദൈവവചനപ്രകാരം വ്യവസ്ഥ പ്രകാരം നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ വിശുദ്ധന്മാരുടെ കൂട്ടമാണ് സഭ. അവയാണ് ഇപ്പോൾ ഇവിടെ ബഹുപുരുഷാരം എന്നുള്ള ഒരു പദത്തിൽ പറഞ്ഞിരിക്കുന്നത്. ബഹുപുരുഷാരം എന്ന് പറയാൻ കാരണം നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിലൂടെ പറയുക. സ്വർഗത്തിൽ മഹാപ്രതിഫലവുമായി കർത്താവുമായി ഒത്തൊരുമിച്ചിരിക്കുന്ന ഒരു സമയം, ഭൂമിയിലെ മഹാപീഡനം അവസാനിക്കാറാകുന്ന അവസാന സമയം, പിതാവായ ദൈവത്താൽ തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ രാജാതി രാജാവും കർത്താതി കർത്താവുമായി അഭിഷേകം ചെയ്യപ്പെടും. അങ്ങനെ പിതാവായ ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട ആ ക്രിസ്തു തൻ്റെ സഭയായ എക്ലീഷ്യയും കൊണ്ട്, എക്ലീഷ്യ എന്ന ഒരു മഹാപുരുഷാരത്തെയും കൊണ്ട് ഭൂമിയിലേക്ക് വരുവാനുള്ളതായ രാജഭരണത്തിനായി വരുവാനുള്ളതായ ഒരുക്കമാണ്. ആ ഒരുക്കം ക്രിസ്തു മുന്നിൽ രാജാതി രാജാവായി നിൽക്കുമ്പോൾ
രാജാതി രാജാവ് ഏകനായി ഭരിക്കുവാൻ വരികയില്ല. രാജാവിനൊരു രാജ്യം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ആ രാജാവിന്റെ രാജ്യം ആരാണെന്നുള്ള ചോദ്യത്തിന് ഒരു സംശയം വേണ്ട. തന്റെ വിലയേറിയ രക്തത്തിന്റെ ഫലമായി വീണ്ടെടുക്കപ്പെട്ടതായ ബഹുപുരുഷാരം എന്ന് പറയുന്ന സഭ, ആ സഭയെ രാജ്യപദം അലങ്കരിച്ചതായ നിലയിൽ ബഹുമാന പുരസ്സരം അവരെ സ്വർഗീയ ജീവികളായി, ക്രിസ്തുവിനോട് അനുരൂപപ്പെട്ടവരായി, ക്രിസ്തുവിനോട് സാദൃശ്യമുള്ളവരായി സ്വർഗത്തിൽ നിന്ന് വരുന്നതിന് മുമ്പ് ഹല്ലേലൂയ ഗാനമഞ്ജരിയോടൊപ്പം അവർ സ്വർഗീയ ചൈതന്യത്തോടുകൂടെ സന്തോഷത്തിന്റെ ആധിക്യത്തോടുകൂടെ വരികയാണ്. അവർ തികഞ്ഞ ഹൃദയ പരമാർത്ഥതയോടുകൂടെ സ്വർഗീയന്മാരായി കർത്താവിനോടൊപ്പം ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് ഹല്ലേലൂയ ഗാനം മുഴക്കുന്നു. അതിന് പറയുന്ന ഒരു കാരണം 1-ാം വാക്യത്തിൽ തന്നെ നമ്മൾ വായിച്ചു. ബഹുപുരുഷാരത്തിന് മഹാഘോഷം പോലെ കേട്ടത് ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. ഭൂമിയെ ഇത്രയും കാലം 7 വർഷത്തെ ഭരണസാരഥ്യം ഏറ്റെടുത്തുകൊണ്ട് പരിച്ചു മുടിച്ച് ഭൂമിയെ നരകതുല്യമാക്കി തീർത്ത, ഭൂമിവാസികളെ ദുസ്സഹമാക്കി തീർത്ത ആ ഭരണാധിപന്റെ സമയം അവസാനിച്ചു. എന്നാൽ രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. ആ ശബ്ദത്തോടുകൂടെ ഇറങ്ങി വരികയാണ്. 2-ാം വാക്യവും 3-ാം വാക്യവും വീണ്ടും വായിക്കുമ്പോൾ അവർ പിന്നെയും ഹല്ലേലൂയ പറയുന്നു. വേശ്യാവൃത്തി കൊണ്ട് ഭൂമിയെ വഷളാക്കിയ മഹാവേശ്യയ്ക്ക് അവൻ ശിക്ഷ വിധിച്ചു. തൻ്റെ ദാസന്മാരുടെ രക്തം അവരുടെ കയ്യിൽ നിന്ന് ചോദിച്ച് പ്രതികാരം ചെയ്തതുകൊണ്ട് അവൻ്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവ. ഇത്രയും പറയാൻ കാരണം, ഇവിടെ ഹല്ലേലൂയ മുഴക്കുമ്പോൾ തന്നെ മഹാപീഡനം 16-ാം അധ്യായം കൊണ്ട് അവസാനിച്ചു എന്ന് നമ്മൾ പറയുകയും നമ്മൾ ചിന്തിക്കുകയും ചെയ്തു. ഒപ്പം മഹദിയാം ബാബിലോൺ എന്ന് പറയുന്ന ഇറാഖ് എന്നതായ മഹാനഗരത്തെ ന്യായം വിധിച്ച് ഭസ്മീകരിക്കുന്നതായ ഒരു വലിയ സംഭവ പരമ്പരകൾ നടക്കുന്നു. അതും നീതിയും ന്യായമുള്ളവ എന്ന ഒരു കാര്യം എടുത്തു പറഞ്ഞതിന് ശേഷം 3-ാം വാക്യത്തിൽ വീണ്ടും ഹല്ലേലൂയ പറയുന്നു. ഈ ഭൂമിയെ ന്യായം വിധിച്ച കർത്താവ് ആ കാലഘട്ടത്തിൽ തക്കതായ ഒരു ഭരണാധിപനെ ഇവിടെ ആക്കിയ കർത്താവ് ഇവിടെ പറയുന്നു, ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവ. അവർ പിന്നെയും ഹല്ലേലൂയ എന്ന പാട്ട് പാടുന്നു. 4-ാം വാക്യം കൂടെ വീണ്ടും വായിക്കാം. 24 മൂപ്പന്മാരും 4 ജീവികളും ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞു. സ്വർഗസിംഹാസന ചുറ്റുമുള്ള 24 മൂപ്പന്മാരും 4 ജീവികളും ആ സ്വർഗീയ സദസ്സിലെ സ്വർഗീയ അധികാരജ്ഞന്മാർ, ശ്രേഷ്ഠന്മാർ എന്നുള്ള പദമാണ് ഇവിടെ ഉപയോഗിക്കുവാൻ കുറച്ചുകൂടെ ഉചിതം. സിംഹാസനസ്ഥന്മാരായിരിക്കുന്ന 24 പേരും സ്വർഗീയ മാലാഖമാരും ചേർന്ന് ആ ഹല്ലേലൂയയ്ക്ക് ആമേൻ പറയുക. ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ, ആമേൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ എന്ന അർത്ഥമാണ്. അപ്പോൾ എന്തിനാണ് ആമേൻ എന്ന് പറഞ്ഞത്? ഏത് അർത്ഥത്തിൽ, ഏത് ഉദ്ദേശത്തിൽ ഹല്ലേലൂയ ഗാനം മുഴക്കിയോ അത് അങ്ങനെ തന്നെ എന്ന അർത്ഥത്തിൽ സ്വർഗീയന്മാർ ഏലയിടുമ്പോൾ ബഹുപുരുഷാരമാകുന്ന സഭ എന്ത് ചെയ്യുന്നറിയാമോ? സഭ ശക്തിയോടുകൂടെ വീണ്ടും ഹല്ലേലൂയ പാടുന്നു. ആമേൻ ഹല്ലേലൂയ എന്ന് പറയുന്നു. ആ ഹല്ലേലൂയ ശബ്ദം വീണ്ടും വർദ്ധിച്ച് വരുന്നു. ദൈവത്തിൻ്റെ സകലദാസന്മാരും ഭക്തന്മാരെ ആയി ചെറിയവരും വലിയവരുമായുള്ളവരെ അവനെ വാഴ്ത്തുവിൻ എന്ന് പറയുന്ന ശബ്ദം സിംഹാസനത്തിൽ നിന്ന് വീണ്ടും ഉണ്ടാകുന്നു. അപ്പോൾ ആരാധനയുടെ ക്ലൈമാക്സ് ആണ് അവിടെ. 6-ാം വാക്യം കൂടെ നമുക്ക് നോക്കാം. 19:6. അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും, അപ്പോൾ ബഹുപുരുഷാരത്തിന്റെ ഘോഷം പോലെയും, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും, തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത് ഹല്ലേലൂയ ഹല്ലേലൂയ. സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ വേദപുസ്തകത്തിൽ പെരുവെള്ളത്തിന് ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും എന്ന് പറയുന്ന ആരാധനയുടെ ആ സ്വരം ഇവിടെയാണ് ഉണ്ടാകുന്നത്. ഉൽപ്പത്തി മുതൽ യൂത വരെ നമുക്ക് കാണുവാൻ കഴിഞ്ഞില്ല. 65 പുസ്തകത്തിലും കാണാത്തതായ ആരാധനയുടെ ഒരു പരമോന്നത, ഒരു ബഹുമാന പുരസ്സരമുള്ള ഒരു ആരാധന ഇവിടെ നടക്കുക. അപ്പോൾ പെരുവെള്ളത്തിന് ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഈ ആരാധന വരാൻ കാരണമെന്ത്? അങ്ങനെയുള്ള ഒരു ശബ്ദം വരാൻ കാരണമെന്ത്? കാര്യം ഇത്രയേ ഉള്ളൂ. ഭൂമിയിൽ ഇന്ന് നമ്മൾ പരിമിതിയുള്ള ബലഹീനരായ മണ്ണിന്റെ പുത്രന്മാരാണ്. മൺകൂടാരത്തിൽ വസിക്കുന്ന ഞരക്കത്തോട് ജീവിക്കുന്ന ഒരു ആത്മാവ്. എന്നാൽ യേശുവിന്റെ വരവെങ്കിൽ ഈ ശരീരത്തിന് രൂപാന്തരം ഉണ്ടാകുന്നു, തേജസ്കരണം പ്രാപിക്കുന്നു,
മർത്യമല്ലാത്തത് അമർത്യമായ ഒരു സ്വർഗീയമായ ശരീരം ലഭിക്കുന്നു. സ്വർഗീയ മാലാഖമാരായി തീർന്നു. പുനരുത്ഥാന പുത്രന്മാർ സ്വർഗത്തിലെ ദൂതതുല്യരായി തീരുന്നു. കർത്താവിന്റെ സന്നിധിയിൽ ദൂതതുല്യരായി മഹാപ്രതിഫലവും വാങ്ങിച്ചു കഴിയുന്നതായ നമ്മൾ വളരെ സന്തോഷത്തോടുകൂടെ വളരെ ബഹുമാന പുരസരം കർത്താവിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ മുഴക്കുമ്പോൾ പരിധിയില്ലാത്ത ശബ്ദം ഇടിമുഴക്കം പോലെ പുറത്തേക്ക് വരും. വേദപുസ്തകത്തിൽ ദൈവദാസന്മാർക്ക് പലപ്പോഴായി വെളിപ്പെട്ടിട്ടുള്ളതായ ദൈവദൂതന്മാരുടെ വെളിപ്പാടിൽ അവർ സംസാരിക്കുമ്പോൾ ഇടിനാദമുണ്ടായെന്നും ഇടിമുഴക്കമുണ്ടായെന്നും ഒക്കെ നമ്മൾ വായിക്കുന്നു. അതിന്റെ കാരണം സ്വർഗീയന്മാരുടെ ശബ്ദത്തിന് അത്രയും സ്വരമുണ്ട്, അത്രയും ശബ്ദ ഗാംഭീര്യമുണ്ട്. നമ്മൾ സ്വർഗീയന്മാരായി അവിടെ എടുത്തുകൊള്ളപ്പെട്ട സിംഹാസനത്തിന് ചുറ്റും പാടുമ്പോൾ ഒന്ന് ശബ്ദം പുറപ്പെടുവിച്ചാൽ മതി, അതരം തുറന്ന് ഒരു സ്തുതി പറയുവാൻ ആരംഭിച്ചാൽ മതി, അത് സമുദ്രത്തിലെ തിരമാലകൾ പോലെ അലയടിക്കുന്ന ഒരു പ്രയുദ്ധരിക്കുന്ന ശബ്ദമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ലക്ഷോപലക്ഷമല്ല കോടാനുകോടി ഭക്തന്മാർ ആ സ്വർഗസിംഹാസനത്തിനും ബഹുപുരുഷാരം എന്ന് പറയുന്ന സഭയുടെ എണ്ണം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ എത്രത്തോളം ആകണം, എത്രത്തോളം ആയിരിക്കണം എന്ന ഒരു ചിന്തയ്ക്ക് വേണ്ടി പറയുന്നു. ഈ കാലയളവ് ഇപ്പോൾ ഈ പ്രസന്റ് ടൈം ഈ ഭൂമിയിൽ 65 കോടിയോളം ദൈവമക്കൾ ആത്മാർത്ഥതയിലും ജീവനോട് ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഭൂമിയിൽ ഏകദേശം 800 കോടിയിൽ വരുന്ന ആളുകളിൽ 65 കോടിയോളം മനുഷ്യർ ആത്മാംശത്തിലും ആരാധിക്കുന്നവരുണ്ടെങ്കിൽ അത് സഭയുടെ അംഗങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ഈ 2000 വർഷങ്ങൾക്കുള്ളിൽ ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ച എത്രയോ കോടാനുകോടി വിശുദ്ധന്മാരുണ്ട്. അവരെയും ജീവനോട് ശേഷിക്കുന്നവരെയും കൂടെ കൂട്ടിച്ചേർത്താൽ ആ പുരുഷാരത്തിൻ്റെ വലിപ്പം എത്ര വലുതായിരിക്കും? അവിടെ എണ്ണം പറയാൻ നമുക്ക് കഴിയുമോ? അത്രയും ബഹുപുരുഷാരമാകുന്ന സഭ സ്വർഗീയ ചൈതന്യത്തോടുകൂടെ ദൈവികമായ മഹത്വത്തെ വർണ്ണിക്കുന്നതായ സ്വർഗസ്ഥനായ ദൈവത്തെ പുകഴ്ത്തുന്നതായ ഹല്ലേലൂയ പാടുകയാണ്. പിന്നെ ഈ വിശുദ്ധ ബൈബിളിൽ ഈ ഭാഗത്തെ 3-4 പ്രാവശ്യം ഹല്ലേലൂയ എന്ന് കാണുവാൻ കഴിയുന്നുള്ളൂ. ഇംഗ്ലീഷ് ബൈബിളിലും മറ്റ് ബൈബിളിലും കാണുവാൻ കഴിയുന്നുള്ളൂ. എബ്രായ ബൈബിളാണ് മൂലഭാഷ, ആദ്യത്തെ ഭാഷ ബൈബിൾ. എബ്രായ ബൈബിൾ പരിശോധിച്ചാൽ അവിടെ ദൈവത്തിന് പുകഴ്ച കൊടുക്കുന്ന, ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന എല്ലാ ഭാഗങ്ങളിലും ഹല്ലേലൂയ എന്നൊരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഒറിജിനൽ എബ്രായ ബൈബിൾ എൻ്റെ കൈവശമുണ്ട്, നിങ്ങളത് കാണുകയാണ്. ആ ബൈബിളിലെ ഈ പേജുകൾ നോക്കൂ. 148, 149, 150 ഈ അധ്യായങ്ങളുടെ ഈ സങ്കീർത്തനങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഇഷ്ടിക നിരത്തി വച്ചിരിക്കുന്ന പോലെ ഹല്ലേലൂയ 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 എന്ന് നിങ്ങൾ കാണുവാൻ കഴിയുന്നില്ലേ? അപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, യഹോവയ്ക്ക് സ്തുതി അർപ്പിക്കുന്ന, മഹത്വം കൊടുക്കുന്ന ഏത് ഭാഗത്ത് വന്നാലും അവിടെ വളരെ ശക്തമായി വളരെ അർത്ഥപുഷ്ടമായി കൊടുത്തിരിക്കുന്ന ഒറ്റ വാക്കാണ് ഹല്ലേലൂയ. ഇതാ കണ്ടു, ഇതിന്റെ ടൈറ്റിൽ ഹല്ലേലൂയ. ഹല്ലേലൂയ എന്ന് ഇവിടെ കാണുന്നു. അപ്പോൾ തന്നെ ഹല്ലേലൂയ എന്ന് കാണുന്നു. ഹല്ലേലൂയ മലക്ക് മലാക്കിയും ഹല്ലേലൂയ ഷമീഷമായും ഇങ്ങനെ പറയുന്ന തുടക്കം എല്ലാം ഹല്ലേലൂയാണ്. അങ്ങനെ ഒരു ഭാഗത്ത് തന്നെ 10-11 പ്രാവശ്യം ഹല്ലേലൂയ കാണുന്നു. ഇങ്ങനെയുള്ള പല അധ്യായങ്ങൾ കൂടെയുള്ളതായ ഹല്ലേലൂയയുടെ ടൈറ്റിലും അതിൻ്റെ ഹല്ലേലൂയയുടെ തുടക്കവും നോക്കിയപ്പോൾ എണ്ണാൻ ശ്രമിച്ചപ്പോൾ തീരുന്നില്ല. കാരണം എല്ലായിടത്തും ഹല്ലേലൂയ പദം നിറഞ്ഞു കിടക്കുകയാണ്. അങ്ങനെ ചിന്തിച്ചപ്പോൾ എന്താണ് ഇത്രയും ഹല്ലേലൂയ വാക്കവിടെ കൊടുക്കാൻ കാരണം? യഹൂദ റബ്ബിമാരുമായിട്ടുള്ളതായ ആശയവിനിമയത്തിലേക്ക് കയറി. അവർ പറയുന്നു, സർവശക്തനായ ത്രിയേക ദൈവമായ ഏലോഹീം സ്വർഗങ്ങളെയും സ്വർഗാദി സ്വർഗങ്ങളെയും സൃഷ്ടിക്കുമ്പോൾ ദൂതസഞ്ചയത്തെ സൃഷ്ടിച്ചു. ആ ദൂതസഞ്ചയങ്ങൾ ദൈവത്തെ പാടി പുകഴ്ത്തുവാൻ ഉപയോഗിക്കുന്ന ഏക സ്വര പല്ലവിയാണ് ഹല്ലേലൂയ. അത് സ്വർഗീയന്മാരുടെ ഭാഷയാണ്, സ്വർഗീയമായ മഹത്വത്തിൻ്റെ നിറവിൻ്റെ ഭാഷയാണ്, അത് എബ്രായ ഭാഷയാണ്. ആ ഹല്ലേലൂയ എന്നുള്ള വാക്ക് തൻ്റെ സൃഷ്ടികൾ മുഴുവനും ഏകസ്വരത്തോടുകൂടെ പാടുന്നതാണ്. അചേതനവും സചേതനവുമായ ദൈവത്തിന്റെ സൃഷ്ടികളായ സകല സൃഷ്ടികളും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ഏക വാക്കാണ്, ആരാധന പല്ലവിയാണ് ഹല്ലേലൂയ. ആ ഹല്ലേലൂയ ഡിവൈൻ പവർ ആണെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഒന്നും അറിയാതെ
ആരാധിക്കുന്ന പാവപ്പെട്ടവരായ നമ്മൾ ഹല്ലേലൂയ എന്നൊക്കെ പറയുന്നു. ഹല്ലേലൂയ എന്ന് സ്തുതിക്കാമെന്ന് പറയുമ്പോൾ ഹല്ലേലൂയ പറയുന്നു. പക്ഷേ അർത്ഥമെന്ന് പറഞ്ഞാൽ ആ വാക്കിൽ ദൈവികമായ ശക്തിയുടെ നിറവുണ്ടെന്ന്. ഞാനൊരു ചെറിയ ഉദാഹരണം ഓർമ്മയിൽ വരുന്നത് പറയാം. കമ്പമേട് ചാക്കോച്ചൻ എന്നോ വണ്ടമേട് ചാക്കോച്ചൻ എന്നൊക്കെ പറയുന്ന ഒരു ദൈവദാസൻ ജീവിച്ചിരുന്നു. അദ്ദേഹത്തെ ഞാൻ 10-25 വർഷത്തിന് മുമ്പ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇന്ന് ഭൂമിയിലില്ല, ക്രിസ്തു നിദ്ര പ്രാപിച്ചു, സ്വർഗ്ഗസിയോൽ വിശ്രമിക്കുന്നു. അദ്ദേഹം വനത്തിൻ്റെ അതിർത്തി ഭാഗങ്ങളിലാണ് താമസിച്ചത്. ധാരാളം ആളുകൾ ഇന്ന് അവിടെ താമസിക്കുന്നുണ്ട്. പക്ഷെ ധാരാളം വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ ഒരു ദിവസം അദ്ദേഹത്തിന് അനുഭവം പറഞ്ഞു. പകൽ അന്തിയോളം കർത്താവിന് വേല ചെയ്ത് ഞാൻ എൻ്റെ വീടിനോട് മുറ്റത്തോട് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ വെളിച്ചമുണ്ട്. മുറ്റത്തിൽ ഏതോ കറുത്ത വലിയ രൂപം നിൽക്കുന്നു. അത് തൊട്ട് മുട്ടുമാറുള്ളതായ ഡിസ്റ്റൻസിൽ അടുത്തപ്പോൾ പെട്ടെന്ന് മനസ്സിലായി വലിയൊരു കാട്ടാൻ ഇറങ്ങി വന്ന് നിൽക്കുക. മരണഭീതി മുഴക്കിക്കൊണ്ട് ഒരു കാൽ പിന്നിൽ വെച്ചുകൊണ്ട് ഹല്ലേലൂയാ എന്ന് ശക്തമായ ഒരു വിളി വിളിച്ചെന്ന് പറഞ്ഞു. ആ ഹല്ലേലൂയ ശബ്ദം കേട്ട ഉടൻ കാട്ടാന വാലും ചുരുട്ടി കാട്ടിലേക്ക് ഓടിയെന്ന് അദ്ദേഹം പറഞ്ഞത്. ഓ സ്തോത്രം! അതിന്റെ അർത്ഥം ഹല്ലേലൂയ എന്ന് പറയുന്നതിനകത്ത് അത്രയും വലിയ ശക്തിയുണ്ട്. അത് ഡിവൈൻ പവറാണ്, സ്വർഗീയമായ ശക്തിയാണ്. അദ്ദേഹത്തിന്റെ ഹല്ലേലൂയയിൽ തന്നെ വലിയ മിസൈൽ അറ്റാക്ക് പോലെ ആന കാട്ടിലേക്ക് ഓടിയെന്നാണ്. അടുത്ത സമയത്ത് കർണാടകയിൽ ഒരു വായനയും പഠിപ്പുമില്ലാത്ത ആദിവാസിയായ ഒരു തള്ള, അതും വനത്തിന് അതിർത്തി ഭാഗത്ത് താമസിക്കുന്നതായ കൊച്ചു കൊച്ചു വീടുകളാണ്. അവിടെ ഞാൻ സന്ദർശിക്കുവാനും ശുശ്രൂഷിക്കാനും കടന്നുപോയ സമയത്ത് ഒരു അമ്മയുടെ സാക്ഷ്യമാണ്. എൻ്റെ പാസ്റ്ററെ, ഞാൻ ആരാധനയ്ക്കായി വരുമ്പോൾ കാട്ടിൽ നിന്നും ഒരു കൂട്ടം ആന ആ വഴി തടഞ്ഞ് ചുറ്റും കൂടി നിൽക്കുന്നു. കരയിലയുടെ ശബ്ദം കേട്ട് ഞാൻ നോക്കിയപ്പോൾ മുമ്പും സൈഡും എല്ലാം ആനയാണ്. ഞാൻ ബൈബിൾ എൻ്റെ മാറോട് ചേർത്ത് വെച്ച് ഹല്ലേലൂയ 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 ഇതിന് 3 പ്രാവശ്യം പറഞ്ഞപ്പോൾ ആനകൾ മുഴുവൻ തന്നെ കാട്ടിലേക്ക് ഓടിപ്പോയി. ഈ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം. അങ്ങനെയാണ് ഹല്ലേലൂയ പറയുമ്പോൾ ആനയ്ക്ക് എന്താണ് ഭയം? കാട്ടുജീവികൾക്ക് എന്തിനാണ് ഭയം? ഭൂതാത്മാക്കൾക്ക് എന്തിനാണ് ഭയം? പിശാചികൾക്ക് എന്തിനാണ് ഭയം? ഒരു കാര്യം പറയാം, ഹല്ലേലൂയ എന്ന് പറയുന്ന വാക്കിനകത്ത് ഉള്ളടക്കം ചെയ്തിരിക്കുന്ന ദൈവികമായ ശക്തിയുടെ വ്യാപനം അത്ര വലുതാണ്. ആന പോലെ വലുതായ പർവ്വത സമാനമായ പ്രശ്നങ്ങളാകട്ടെ, കുടുംബ പ്രശ്നങ്ങളാകട്ടെ, ഏത് പ്രതികൂലമാകട്ടെ, ഏത് ബന്ധനമാകട്ടെ, ഏത് പോരാട്ടവുമാകട്ടെ, മുട്ടുമടക്കി കുടുംബ പ്രാർത്ഥനയിൽ ഒരുമിച്ചിരുന്ന് രാവിലെ ആകട്ടെ വൈകുന്നേരമാകട്ടെ നീ ഹല്ലേലൂയ പറഞ്ഞാൽ, ഹൃദയംഗമായി ഹല്ലേലൂയ പറഞ്ഞാൽ, ഹല്ലേലൂയ എന്ന വാക്കിന്റെ ശബ്ദതരംഗങ്ങൾ എത്രത്തോളം എത്തുമോ അതിനപ്പുറത്ത് മാത്രമേ പിശാചിന് ശക്തി നിൽക്കാൻ കഴിയുള്ളൂ. സ്തോത്രം! അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയയുടെ ശക്തിയെങ്കിൽ ഈ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന് 6-ാം വാക്യം നമുക്കൊന്നുകൂടെ നോക്കാം. അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും, അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും, വെറുവെള്ളത്തിന്റെ ഇരച്ചിൽ, മഹാപുരുഷാരം എന്ന് പറയുന്ന ആ സഭ ഒത്തൊരുമിച്ച് ബഹുപുരുഷാരത്തിന് ശബ്ദം പോലെ മുഴക്കുന്നത്, തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്. ഇടിമുഴക്കം പോലെ അവർ ഘോഷിക്കുന്നത് ഹല്ലേലൂയ ഹല്ലേലൂയ. സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. ഒരു മർമ്മമുണ്ട്. ഭൂമിയെ മുഴുവനും ഭരിച്ചു മുടിച്ച് നശിപ്പിച്ച അധർമ്മമൂർത്തിയും ഘോരനായ പിശാചുമായിരിക്കുന്ന ആന്റിക്രൈസ്റ്റ് എന്ന തുമ്പുകെട്ട ഇടയനായ ആ വ്യക്തിയുടെ ഭരണം ഇതാ അവസാനിച്ചു. 7 വർഷം കഴിഞ്ഞു. ഞങ്ങളുടെ ജീവനായകനായ രാജാതി രാജാവും കർത്താതി കർത്താവുമായവൻ ഇതാ ഭൂമിയെ ഭരിക്കുവാൻ വരുവാൻ സമയമായി. അവൻ അതിൻ്റെതായ അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞു. ദൈവത്തിന് അഭിഷേക്തനായി ക്രിസ്തുവും ഞങ്ങളും ഇതാ വരുന്നു. അതാർത്ഥം. എത്ര മനോഹരമായിരിക്കുന്നു! 6-ാം വാക്യം അത് ഒന്നുകൂടെ. അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത് ഹല്ലേലൂയ. സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. പിതാവായ ദൈവത്താൽ പട്ടമഹർഷിയായി രാജാതിരാജാവായി അഭിഷേകം ചെയ്യപ്പെട്ട മസിയ
തന്റെ മണവാട്ടിയായി, മണവാട്ടി എന്ന് പറയുന്നതിനകത്ത് കോടാനുകോടി വിശുദ്ധന്മാരുണ്ട്. അതാണ് ബഹുപുരുഷാരം എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുള്ളത്. അവരുമായി ഒരുമിച്ച് സ്വർഗീയ പ്രതാപത്തോടുകൂടെ, സ്വർഗീയ തേജസ്സോടുകൂടെ, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും കാണത്തക്കവണ്ണം മേഘാരൂഢനായി വരുന്നു. ആകാശം കീറിമുറിച്ചുകൊണ്ട് ആകാശത്തേരിൽ, മേഘത്തേരിൽ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് മന്നം മന്നം വരികയാണ്. കാണുവാൻ എത്ര മനോഹരമാണ്. സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ ഭാവി പ്രത്യാശയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മർമ്മത്തിലേക്ക് വരികയാണ്. നമ്മൾ കർത്താവിനെ കാണും. കർത്താവിൽ നിന്ന് പുരസ്കാരങ്ങൾ നമ്മൾ പ്രാപിക്കും, ബഹുമതികൾ പ്രാപിക്കും, തേജസ് പ്രാപിക്കും, സ്വർഗീയന്മാരായി തീരും. സ്വർഗീയന്മാരായി അവനോടൊപ്പം ഭൂമിയിലേക്ക് വരുമ്പോൾ സ്വർഗം തുറക്കുന്നു. 19-11 വാക്യം. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഇവിടെയാണ് ആ വിഷയം. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി, അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേർ. വിശ്വസ്തനും സത്യവാനുമായി ഭൂമിയിൽ ഇന്ന് വരെ ഭരണം നടത്തിയ ഒരു രാഷ്ട്രത്തിലും ഒരു രാഷ്ട്രത്തലവനില്ല. ഏത് രാഷ്ട്രീയക്കാരനുമാകാം, സ്വതന്ത്രരാകാം, ആരുമായിക്കൊള്ളട്ടെ, ഏത് രാഷ്ട്രത്തെയും ഭരിക്കുന്ന രാഷ്ട്രത്തലവന്മാരിൽ സത്യസന്ധമായി ഭരിച്ച ആരുമില്ലാതിരിക്കുമ്പോൾ ഇവിടെ ഇതാ പറയുന്നു. എന്താ യോഗ്യത വായിച്ചത്? സ്വർഗം തുറന്നു, ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി, അതിന്മേൽ ഒരുവൻ ഇരിക്കുന്നു, ഇരിക്കുന്നവന് സത്യവാനും വിശ്വസ്തനും എന്ന് പേർ. സത്യവാനും വിശ്വസ്തനുമായി നീതിയും സത്യവും അടിസ്ഥാനമിട്ടുകൊണ്ട് ഭൂമിയെ ഭരിക്കുവാൻ വരുന്ന ഒരു ഭരണാധിപൻ, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന ഭരണാധിപൻ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുവാനായി വരുന്നു. ദൈവം രാജാവായി ഭരിക്കുവാൻ വരുന്ന രാജ്യമാണ്, അതാണ് ദൈവരാജ്യം. ഇതുവരെയുമുള്ളതായ രാജ്യം ദൈവരാജ്യമല്ല. ദൈവരാജ്യം സ്ഥാപിക്കുന്ന കർത്താവ് വരികയാണ്. ഇവിടെ സ്വർഗം തുറന്നു. ചില ചിത്രങ്ങൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. സ്വർഗം തുറക്കുന്നതും കർത്താവ് വരുന്നതിനെ കുറിച്ചും നിങ്ങൾക്ക് അതിന്റെ ആശയം പൂർണ്ണമായി മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ബാക്കി വായിക്കൂ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവന്റെ കണ്ണ് അഗ്നിജ്വാല. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന് 13-ാം വാക്യം മുതൽ യേശുക്രിസ്തുവിന്റെ അംഗപ്രത്യംഗ വർണ്ണനയെ കുറിച്ച് നമ്മൾ ആദിയിൽ ചിന്തിച്ചുവല്ലോ അല്പമായി. അതേ രീതിയിൽ അതേ പുരുഷനാണ് വരുന്നത്, അതേ കർത്താവാണ് വരുന്നത്. സ്വർഗീയ പ്രതാപത്തോടുകൂടെ, സ്വർഗീയ മഹത്വത്തോടുകൂടെ ആ കർത്താവ് സ്വർഗത്തിൽ നിന്ന് മന്ദമായി തന്റെ സഭയുമായി ഭൂമിയിലേക്ക് വരുന്ന വരവാണ്. അതിനുവേണ്ടി സ്വർഗം തുറക്കണം. ഇവിടെ എന്നെ ഒന്ന് ശ്രദ്ധിക്കൂ. 4-ാം അധ്യായത്തിന് 1-ാം വാക്യം തുടങ്ങുമ്പോൾ സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നു, അതാണ് രഹസ്യ പ്രത്യക്ഷത. 19-ാം അധ്യായത്തിന് 11-ാം വാക്യത്തിൽ വരുമ്പോൾ സ്വർഗം തുറന്നു, അതാണ് മഹത്വ പ്രത്യക്ഷത. അപ്പോൾ സ്വർഗത്തിൽ ഒരു വാതിൽ തുറക്കുന്ന രഹസ്യ പ്രത്യക്ഷതയുടെയും സ്വർഗം തുറക്കുന്ന മഹത്വ പ്രത്യക്ഷതയുടെയും ഇടയിലുള്ളതായ 7 വർഷമാണ് മഹാപീഡനം. മഹാപീഡന അനന്തരമാണ്, അനന്തരം എന്നുള്ള വാക്ക് 19-ാം അധ്യായത്തിന് 1-ാം വാക്യം വായിച്ചത്. അവിടെ ക്രിസ്തുവും സഭയും സ്വർഗീയ പ്രതാപത്തോടുകൂടെ തേജസ് പ്രാപിച്ചവരായി മന്നം ഭൂമിയിലേക്ക് വരികയാണ്. 1000 വർഷം ഈ ഭൂമിയിൽ വാഴും രാജാക്കന്മാരായി, 1000 വർഷം ഈ ഭൂമിയിൽ വാഴും രാജാക്കന്മാരായി, രാജാവായി വരുന്നീതാ മേഘത്തേരിൽ രാജ്യത്തെ യഗീടുമേ താൻ ശൂദ്ധന്മാർക്കായി താൻ ആനന്ദം പരമാനന്ദം ഭൂവിൽ വാണിടും പരിശുദ്ധന്മാർക്കെല്ലാം ആനന്ദഗീതങ്ങൾ പാടിയിടും ശൂദ്ധർ. ആനന്ദം ആനന്ദം ആനന്ദമേ രാജാവായി വരുന്നീതാ മേഘത്തേരിൽ രാജ്യത്തെ യഗീടുമേ താൻ ശൂദ്ധന്മാർക്കായി താൻ സിംഹവും ആടും വാണിടും ഒന്നായി ചീറുന്ന പുലി താണിടും വന്ന് ശിശു നിന്നു കളിക്കും അണലീൻ പൊത്തിൽ ക്രിസ്തുവിന്റെ
ജയ രാജ്യത്തിൽ രാജാധി രാജാവായി വരുന്നീതാ മേഘത്തേരിൽ രാജ്യത്തെ ഏകിടുമേ താൻ ശൂദ്ധന്മാർക്കായി താൻ. നീതിയും സമാധാനവും വഴിഞ്ഞൊഴുകുന്ന 1000 വർഷം. അധികാരം ദുർവിനിയോഗം ചെയ്യുമ്പോൾ, ഭരണം കിരാതമാകുമ്പോൾ നിയന്ത്രണം സൃഷ്ടികർത്താവായ ദൈവം ഏറ്റെടുക്കുന്നു. സൃഷ്ടികർത്താവായ ദൈവം തന്നെ രാജാവായി ഭരിക്കുവാൻ ആരംഭിക്കുന്നതാണ് സഹസ്രാബ്ദ വാഴ്ച. 1000 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ഭരണം. 70 സംവത്സരവും അല്ലെങ്കിൽ 70 ഏറെയായാൽ 80 എന്ന് പറഞ്ഞ സംവത്സരങ്ങൾക്കകത്ത് ശിശുവായി ജനിച്ചു വാർദ്ധക്യത്തിൽ ഈ ലോകം വിട്ടുപോകുന്ന ഒരു മനുഷ്യന് 1000 വർഷം ഇവിടെ ജീവിക്കുന്നതിനെ കുറിച്ച് വിശ്വസിക്കുവാൻ കഴിയുമോ? ഈ ഭൂമിയിൽ ഒന്നാമത്തെ മനുഷ്യനായി ദൈവം സൃഷ്ടിച്ച ആദാം ദൈവ തേജസ്സോടുകൂടെ സൃഷ്ടിക്കപ്പെട്ട ആദാം, ദൈവത്തിന്റെ പുത്രനായി തന്നെ തേജസ്സോടുകൂടെ ജീവിച്ചതായ ആദാമും കുടുംബവും പാപത്തിൽ അകപ്പെട്ടതിന് ശേഷം തൻ്റെ നാളുകൾ എണ്ണുവാൻ തുടങ്ങി. തന്റെ തേജസ് നഷ്ടപ്പെട്ടു, അത് അനുഗ്രഹം നഷ്ടപ്പെട്ടു, ഭൂമി ശപിക്കപ്പെട്ടു, ഭൂമിയിൽ അതിമഹത്വമായിരുന്ന മനോഹരമായിരുന്നത് എല്ലാം തനിക്ക് നഷ്ടപ്പെട്ടു. ശാപത്തിൻ്റെതായ മുള്ളും പറക്കാരെയും മുളയ്ക്കുവാൻ തുടങ്ങി. അന്നു മുതൽ ആദാം തൻ്റെ ആയുസ്സിൻ്റെ നാളുകളെ എണ്ണുവാൻ തുടങ്ങി. അങ്ങനെ എണ്ണി എണ്ണി വിയർപ്പോടുകൂടെ അധ്വാനിച്ച കഷ്ടപ്പെട്ട നാളുകളാണ് 930 വർഷം. ആയുസ്, ആദാമിൻ്റെ ആയുസ് 930 വർഷമാണ്. അതിങ്ങോട്ട് വരുമ്പോൾ ആദാമിൻ്റെ പിൻതലമുറക്കാർ 920 വർഷം, 910 വർഷം, 912 വർഷം എന്നിങ്ങനെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രായം അന്ന് ജീവിച്ചിരുന്ന വ്യക്തിയാണ് 8ാം തലമുറക്കാരനായ മെതുശലേഹ്. തൻ്റെ പിതാവ് ഹാനോക്കാണ് 7ാം തലമുറക്കാരൻ. ആ ആദ്യത്തെ 10 തലമുറയിൽ ഏറ്റവും കുറച്ച് പ്രായം ജീവിച്ചിരുന്ന ഒരു ഭക്തനാണ് ഹാനോക്ക്. പക്ഷേ ദൈവത്തോടു കൂടെ നടന്നു ദൈവം എടുത്തുകൊള്ളപ്പെട്ടതിനാൽ കാണാതെയായെന്ന് വായിക്കുന്നു. തൻ്റെ പുത്രനാണ് മെതുശലേഹ്. 969 വയസ്സ് വരെ ജീവിച്ചു. എന്നാൽ 10ാമത്തെ തലമുറക്കാരനായ നോഹ 950 വയസ്സ് വരെ ജീവിച്ചു. എന്താ മനസ്സിലാകുന്നത്? ശാപഗ്രസ്തമല്ലാത്തതായ ഭൂമിയിൽ ആദിയിൽ ജീവിച്ചിരുന്ന ഈ പിതാക്കന്മാർ ജീവവൃക്ഷ ഫലം കൂടെ പറിച്ച് തിന്നതിന്റെ ഫലമായി അവിടെ ആയുസിന്റെ ദൈർഘ്യത ഏകദേശം 1000-ഓളം അന്നുണ്ടായി. ആ ജീവവൃക്ഷ ഫലം ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. അത് ഭാവിയിൽ ദൈവമക്കളെ നമുക്ക് ലഭിക്കും. ഹല്ലേലൂയ. പക്ഷേ അവിടെ ആയുസിന്റെ നാളുകളെ ചുരുക്കുവാൻ തുടങ്ങി. അത് 120 സംവത്സരമായി കുറയ്ക്കുമെന്ന് നോഹയുടെ കാലത്തെ ജലപ്രളയത്തോടുള്ള ബന്ധത്തിൽ ഒരു വാചകം വായിക്കുന്നു. അത് 120 അത് വീണ്ടും കുറയുവാൻ തുടങ്ങി. ബൈബിളിലെ മധ്യഭാഗമാകുന്ന സങ്കീർത്തനത്തിൽ അയ്യോ ഞങ്ങളുടെ സംവത്സരങ്ങൾ 70, ഏറെയായാൽ 80 എന്ന് പറഞ്ഞ് വിലപിക്കുന്ന വിലാപ കീർത്തനങ്ങൾ കാണുവാൻ കഴിയുന്നു. അത് വീണ്ടും അങ്ങോട്ട് വായിക്കുമ്പോൾ ഞങ്ങളുടെ നാളുകളെ ഈ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു, ഞങ്ങളുടെ ആയുസ് എത്ര എന്നതിനെ ഞങ്ങൾ അറിയിക്കണമേ, ഞങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവഭയത്തോടു കൂടി ജീവിക്കുവാൻ ഞങ്ങളുടെ ആയുസിന് നാളുകളെ എണ്ണുവാൻ കൃപ നൽകണമേ എന്ന് പറഞ്ഞാൽ ആവി പോലെ വേഗത്തിൽ കഴിഞ്ഞു പോകുന്ന ഒരു ആയുസാണ് ഇന്ന് എനിക്കും നിങ്ങൾക്കുമുള്ളത്. നോക്കൂ, ഇതിനൊക്കെയും മാറ്റം വരുത്തിക്കൊണ്ട് രാജാവായ മഹത്വധാരിയായ ക്രിസ്തു തൻ്റെ വിശുദ്ധന്മാരെയും കൊണ്ട് 1000 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ഭരണത്തിനായി ഭൂമിയിൽ വരുന്നു. ഈ വിഷയത്തെക്കുറിച്ച് ബൈബിളിൽ പറയുന്ന ചില വാക്യങ്ങൾ കൂടെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. യേശു ക്രിസ്തുവിൻ്റെ ഈ രാജവാഴ്ചയെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ യേശു മസിയായി ഭരിക്കുന്ന ഭരണകർത്താവിനെ സൂചിപ്പിക്കുന്ന ചില ആശയങ്ങൾ ബൈബിൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് പറഞ്ഞു കേൾപ്പിക്കാം. യേശുവിൻ്റെ ജനനത്തെങ്കിൽ മത്തായി സുവിശേഷം 2-ാം അധ്യായം 2-ാം വാക്യം നമുക്ക് വായിക്കുവാൻ കഴിയുന്നു. വിദ്വാൻമാരുടെ കൂട്ടം പല സമ്മാനങ്ങളുമായിട്ടാണ് വരുന്നത്. അവർ രാജകൊട്ടാരത്തിൽ കയറി ചോദിക്കുന്നു, ഇവിടെ രാജാവായി ഇസ്രായേലിന്റെ രാജാവായി പിറന്നവൻ എവിടെ? ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് വരിക. അപ്പോൾ
ഭൂമിയെ രാജാതിരാജാവായി ഭരിക്കുവാൻ ഇസ്രയേലിന്റെ രാജാവായ മസിയ ഭരിക്കുവാനായി എഴുന്നേൽക്കണം. അത് സകല മനുഷ്യനും ആഗ്രഹിച്ചു. അബ്രഹാം, ഇസാക്ക്, യാക്കോബ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന പഴയ ഭക്തന്മാർ തുടങ്ങി മലാക്കി വരെയുമുള്ളവരും അപ്പോസ്തലന്മാരും ഒക്കെ ആഗ്രഹിച്ച ഒരു കാര്യം, ഒരു രാജാവ് ഞങ്ങൾക്ക് വേണ്ടി ഇസ്രയേലിൽ ഉണ്ടാകും, അത് നീണ്ടു നിൽക്കുന്ന ഒരു ഭരണമായിരിക്കും അവർ ചിന്തിച്ചു. കർത്താവ് യേശു ക്രിസ്തു ശിഷ്യന്മാരെ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ എന്ന പ്രാർത്ഥനയുടെ പാറ്റേൺ പഠിപ്പിച്ചതായ ഒലൂമലയുടെ ഒരു താഴ്വരയുണ്ട്. ഒലൂമലയുടെ ഒരു ചരുവ, അഥവാ ഗതസമനത്തോട്ടത്തിന് മുകളിലായി വേറൊരു തട്ട് ചരുവാണ്. വളരെ മനോഹരമായ ഒരു കാഴ്ച അവിടെ പോയി നിന്ന് കാണുവാൻ കഴിയും. അവിടെ യേശു പഠിപ്പിച്ച പ്രാർത്ഥന ഇപ്രകാരമാണ്: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണമേ എന്നിങ്ങനെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചു. ദൈവത്തിന്റെ ഇഷ്ടം ആദിയിൽ ഭൂമി സ്വർഗതുല്യമായി തീർന്നതുപോലെ ശാപഗ്രസ്തമല്ലാതിരുന്ന ആദിമ ഏതന് തുല്യമായിരുന്ന ഭൂമി പോലെ മനോഹരമായ ഭൂമി നൽകണമേ, ഒരു രാജ്യഭരണം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഒന്നും അറിയാതെ അന്നും ഇന്നും ആളുകൾ ചൊല്ലിവിടുന്നു. ആ പ്രാർത്ഥന ശ്ലോകം ചൊല്ലിവിടുന്നു. അർത്ഥം ഞാൻ വീണ്ടും പറയാം. യേശുവിനെ രാജാവാക്കുവാൻ പോകുന്നു എന്ന് ജനങ്ങളുടെ അവസ്ഥ കണ്ടുകൊണ്ട് കർത്താവ് ഒഴിഞ്ഞു മാറുന്നതിനെ കുറിച്ച് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. മത്തായി 6-ാം അധ്യായത്തിൽ ഇത് കാണുവാൻ കഴിയും. യേശുവിനെ ക്രൂശിക്കേണ്ടതിന് വേണ്ടി പിടിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന സമയം നാടുവാഴികൾ, അധികാരജ്ഞന്മാർ, രാജാക്കന്മാർ മാറി മാറി, മഹാപുരോഹിതന്മാർ മാറി മാറി വ്യത്യസ്ത സാഹചര്യത്തിൽ വ്യത്യസ്ത വാചക ശൈലി ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒന്ന്, പറക നീ യഹൂദന്മാരുടെ രാജാവോ? അവിടെ ക്രിസ്തു കറക്റ്റായിട്ട് മറുപടി പറഞ്ഞു. യെസ്, ഐ ആം ദാറ്റ് ഐ ആം. എന്നാണ് എബ്രായ ഭാഷയിൽ പറഞ്ഞിരിക്കുന്നത്. ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാൻ തന്നെ സാക്ഷാൽ രാജാവെന്ന കർത്താവ് പറഞ്ഞത്. രാജാവായി ഭരിക്കുവാനുള്ളവൻ, ഞാൻ രാജാവായി ഭരിച്ചേക്കാം, എന്നെ ഇപ്പം വിടുക എന്നുള്ള അർത്ഥത്തിലല്ല. ഇപ്പോൾ എന്നെ നിങ്ങൾ ക്രൂശിച്ചു കൊല്ലും, ഞാൻ മരിച്ചവിടയിൽ നിന്നും മരണപാതാളത്തെ ജയിച്ചു ഉയർത്തെഴുന്നേൽക്കും, ദൈവത്തിന് മഹിമയുടെ വലത്ത് ഭാഗത്തായിരിക്കും, കാലങ്ങൾ കഴിയുമ്പോൾ കാലത്തികവെങ്കിൽ സാക്ഷാൽ മഹാരാജാവായി ഭരിക്കുവാൻ വരുന്ന ഏക ചക്രവർത്തി ഞാൻ തന്നെ എന്ന കർത്താവ് പറഞ്ഞതിനർത്ഥം. അതവർക്കത് മനസ്സിലായില്ല. യേശുവിനെ ക്രൂശിച്ചു. യേശുവിന്റെ ക്രൂശിന്റെ മുകളിൽ പിൻഭാഗത്ത് ഒരു സൈൻ ബോർഡ് സ്ഥാപിച്ചു. രാജാവിന്റെ കൽപ്പന പ്രകാരം സ്ഥാപിച്ചതായ സൈൻ ബോർഡാണ്. ആ സൈൻ ബോർഡിൽ റോമൻ, യവന, എബ്രായ ഭാഷകൾ, 3 ഭാഷകളിൽ ഒരു കാര്യം പ്രസിദ്ധം ചെയ്തിരുന്നു. എന്താണെന്ന് അറിയാമോ? യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന് വ്യക്തമായി 3 ഭാഷയിൽ ആ പട്ടണത്തിൽ കൂടെ കടന്നു പോകുന്ന 1000 ആളുകൾക്ക് വായിക്കത്തക്കൊണ്ട് പരസ്യം ചെയ്തു. അതിന് മാറ്റണം, അങ്ങനെയല്ല എഴുതേണ്ടതെന്നുള്ള ശബ്ദമുണ്ടായപ്പോൾ, അല്ല ഞാൻ എഴുതിയത് എഴുതി, അത് അങ്ങനെ തന്നെ, അത് അങ്ങനെ നടക്കുകയുള്ളൂ, യേശു അല്ലാതെ വേറെ രാജാവായി ഭരിക്കുവാൻ. അപ്പോൾ യേശുവിനെ കുറിച്ചുള്ളതായ പ്രസിദ്ധമായ ഒരു കാര്യം നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ക്രൂശിൽ മേലെഴുത്ത്. പിന്നെ ക്രൂശിൽ തറച്ചു. 22 കള്ളന്മാരെയും ക്രൂശിച്ചു. അതിൽ ഒരു കള്ളൻ യേശുവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപമായിരിക്കുന്ന യേശുവിന്റെ മുഖം. എന്നാൽ ക്രൂശിൽ അവൻ നോക്കുന്നു, യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന് എഴുതിയിരിക്കുന്നു. ഇവൻ യഹൂദന്മാരുടെ രാജാവാണോ? അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപമാക്കപ്പെട്ടതായ മുഖം. എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് ചിന്തിക്കുമ്പോൾ ഒരു നിമിഷത്തേക്ക് ദൈവം വചനത്തിന്റെ വെളിപ്പാടിൽ കൂടെ എന്നെ പഠിപ്പിച്ചതായ ഒരു വെളിപ്പാട് പറയാം. ഒരു നിമിഷം കള്ളന്റെ കണ്ണും യേശുവിന്റെ കണ്ണുമായി വന്ന് ഇടഞ്ഞു. അഗ്നിജ്വാലയ്ക്കൊത്ത മിന്നൽ പിണരുകൾ പോലെ, വൈദ്യുതരംഗം പോലെ കള്ളന്റെ അന്തരംഗത്തിലേക്ക് ഉഴിഞ്ഞിറങ്ങുന്നതായ ഒരു നോട്ടം യേശുവിന് കള്ളിൽ നിന്നുണ്ടായി. യേശുവിന്റെ മുഖം മിന്നൽ പോലെ പ്രകാശിക്കുന്നതായി കള്ളന് അനുഭവപ്പെട്ടു. ആ നിമിഷം തന്നെ യേശു ഭൂമിയുടെ മധ്യഭാഗത്ത് രാജാവായി ഭരിക്കുന്നതായ ഭരണകർത്താവ്, ഒരു ഭരണാധിപനായിട്ടുള്ളതായ കാഴ്ച അവന് ആത്മാവിൽ അവൻ കണ്ടു. ആ നിമിഷം അവൻ നിലവിളിക്കുന്നു, യേശുവേ നീ രാജാവ് തന്നെയാണ്, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ. മാനസാന്തരപ്പെട്ടതായ കള്ളന്റെ അന്തരാത്മാവിൽ ഒരു മാനസാന്തരത്തിന് അനുഭവം ഉണ്ടായപ്പോൾ, ദൈവികമായ ദർശനം കർത്താവ് കൊണ്ട് കാണിച്ചപ്പോൾ, കള്ളൻ ക്രിസ്തുവിനോട് ഏകീഭവിക്കുന്നതായ സ്നാനത്തിന്റെ അർത്ഥമായ മരണവും അവിടെ സ്വീകരിച്ചു.
മരിച്ചു. സ്നാനത്തിന് അർത്ഥമായ അക്ഷരികമായ മരണം തന്നെ പാപത്തിൽ ആ കള്ളൻ മരിക്കുന്നു. പക്ഷെ യേശു പറഞ്ഞു, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലിരിക്കും. അതേതാണ് പറുദീസ? യേശുവിൻ്റെ മരണം വരെയും ഭൂമിയുടെ അധോഭാഗമായിരിക്കുന്ന ഈ പാതാള സ്ഥലങ്ങൾ ഒന്നായ പറുദീസ, അബ്രഹാമിന്റെ മടിയായ പറുദീസ. യേശു പറഞ്ഞ ഇതാണ്, ഭാവിയിൽ 1000 വർഷം ഭരിക്കുവാനുള്ള എൻ്റെ ഭരണത്തിന് നാളുകൾ നീ പ്രതീക്ഷിച്ചു. ഭാവിയിൽ ഉണ്ടാകുന്ന സഹസ്രാബ്ദ വാഴ്ചയല്ല, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. യേശു മരിച്ചു, തന്റെ ആത്മാവ് പാതാളത്തിൽ ഈ പറുദീസയിലേക്ക് വന്നു. മാനസാന്തരപ്പെട്ട കള്ളൻ മരിച്ചു, അവന്റെ ആത്മാവ് പറുദീസയിലേക്ക് വന്നു. മാനസാന്തരപ്പെടാത്ത കള്ളൻ മരിച്ചു, അവന്റെ ആത്മാവ് യാതന സ്ഥലത്തേക്ക് വന്നു. അപ്പോൾ ഈ പറുദീസയിൽ വരുമെന്ന് പറഞ്ഞ ആ അനുഭവത്തിൽ അവിടെ കോടാനുകോടി പഴയ വിശുദ്ധന്മാരും ക്രൂസിൽ മാനസാന്തരപ്പെട്ട കള്ളന്റെ ആത്മാവ് ഒത്തൊരുമിച്ച് ഇവിടെ നിന്ന് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത് സ്വർഗത്തിൽ അതിന്റെ സ്ഥാനം മാറ്റി, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. അടുത്ത് സംഭവിക്കണം നോക്കൂ. ആ കള്ളന്റെ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഇവിടെ സംസാരിച്ച്, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിൽ. അതെ, സ്വർഗീയ അനുഭവത്തെ കുറിച്ചുള്ള വിളംബരം. കർത്താവ് യേശു മരിച്ചു. മരിച്ചവിടെ നിന്ന് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ശിഷ്യന്മാർക്കും മറ്റ് 500 പേർക്കും പലപ്പോഴും പ്രത്യക്ഷതയെക്കുറിച്ച് പറയുന്നു. ആ പ്രത്യക്ഷതയ്ക്ക് ഒടുവിൽ ഒലിവുമലയുടെ മധ്യഭാഗത്ത്, അതിന് ഏറ്റവും ഉയർന്ന ഭാഗത്ത് യേശുവും 11 ശിഷ്യന്മാരും ഒരുമിച്ച് നിൽക്കുമ്പോൾ ഒരുവൻ തൂങ്ങിച്ചത്തല്ലോ. ആ 11 പേരുമായി ഒരുമിച്ച് നിൽക്കുമ്പോൾ ശിഷ്യന്മാർ അവന്റെ മുഖത്തേക്ക് ആർത്തിയോടുകൂടെ ആവേശത്തോടുകൂടെ നോക്കുന്നു. യേശുവേ, നീ മരിച്ചവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റു. നിന്നെ ഇനി തകർക്കുവാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയുകയില്ല. നീ മരണത്തെ ജയിച്ച ജയവീരനാണ്. ഈ കാലഘട്ടത്തിലാണോ നീ രാജ്യം ഞങ്ങൾക്ക് യഥാസ്ഥാനത്താക്കി തരുന്നത്? അവിടെ ഹൃദയത്തിലെ തികഞ്ഞ ആഗ്രഹം, ഈ മസിയ ഞങ്ങൾക്ക് രാജാവായി ഭരിക്കും. അത് ഇപ്പോൾ സംഭവിക്കുമോ? നീ പറഞ്ഞുവല്ലോ, ഇസ്രയേൽ രാജ്യത്തിൽ 12 സിംഹാസനത്തിലിരുന്നു കൊണ്ട് ഇസ്രയേൽ ഗോത്രം 12 ന്യായം വധിക്കുന്ന ന്യായാധിപന്മാരാക്കി ഞങ്ങൾ തീർക്കുമെന്ന്. അതിന് സമയം ഇപ്പോഴാണ് പറയുക. ആർത്തിയോടുകൂടെ ചോദിച്ചപ്പോൾ കർത്താവ് അതിന് മറുപടി പറഞ്ഞില്ല. കർത്താവ് പറഞ്ഞ മറുപടി, നിങ്ങൾ യെരുശലേമിലേക്ക് വാങ്ങിപ്പോയി വാഗ്ദത്തൻ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ പ്രാപിക്കുക. യെരുശലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകുക. അവസാനം ഞാൻ ന്യായാധിപനായി രാജാവായി വരും. ഇടയിലുള്ളതായി അവിടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. മറ്റൊരു രഹസ്യം കൂടെ പറയാം. നിങ്ങൾ ആരെങ്കിലും ഇസ്രായേൽ പോയിട്ടുണ്ടെങ്കിൽ, പഠനത്തിന് പോയിട്ടുണ്ടെങ്കിൽ, സന്ദർശനത്തിന് പോയിട്ടുണ്ടെങ്കിൽ, ഇസ്രായേലിൻ്റെ അതിപ്രധാനപ്പെട്ടതായ ഒരു ഭാഗമാണ് ഏറ്റവും ഉയർന്ന അതിമനോഹരമായിട്ടുള്ള ഒലിവുമല. 6 കിലോമീറ്റർ ചുറ്റളവ് വരും. അവിടെ നിന്നാൽ ആ രാജ്യത്തിന് എല്ലാ ഭാഗങ്ങളും കാണുവാൻ കഴിയും. യേശു സ്വർഗാരോഹണം ചെയ്തതായ ആ കാൽപ്പാടിന്റെ ഭാഗത്ത് വെള്ള ഗ്രനൈറ്റ് പാറയാണ്. ആ വെള്ളപ്പാറയിൽ കർത്താവിന് കാൽപ്പാടുകൾ അവിടെ കൊത്തിവെച്ചിട്ടുള്ളത് കാണാം. അതിന് ചുറ്റും സ്ഫടികം പോലെ പ്രത്യേകമായ പ്രാർത്ഥന ഗോപുരം പണിതിട്ടുണ്ട്. അവിടെ ഒന്ന് വേണമെങ്കിൽ പ്രാർത്ഥിക്കാൻ കഴിയും. പറഞ്ഞതിന് സാരം, അത് ചരിത്ര സത്യമാണ്. യേശു ഒലിവുമലയിൽ ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ ഇതിന് മറുപടി പറയുമ്പോൾ യേശുവിൻ്റെ പാദം അവിടെ ഉയരുവാൻ തുടങ്ങി. മന്നം ഉയരുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ട നിലയിൽ ശിക്ഷഗണങ്ങൾ ഉയരത്തിലേക്ക് നോക്കി നിൽക്കുന്നു. സ്വർഗത്തിൽ നിന്ന് 2 ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ട് പറയുന്നു, ഹേ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? യേശു സ്വർഗാരോഹണം ചെയ്തതായ ഒലിവുമലയുടെ ആ മുകളിലെ തട്ടിൻ്റെ ഒരു ചരിവിൽ ശിഷ്യന്മാരെ ആ പ്രാർത്ഥന പഠിപ്പിച്ചതായ അതേ സ്ഥലത്ത് 148 ഭാഷകളിൽ 6 അടിയോളം നീളവും 2 അടി വീതിയുമുള്ളതായ സൈൻ ബോർഡ് ഫലകങ്ങൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ആ 148 പലകളിലും 148 ഭാഷകളിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്നുള്ള പ്രാർത്ഥന അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പ്രാർത്ഥന ശ്ലോകം മുഴുവനുമുണ്ട്. മലയാളത്തിൽ ഒരു സൈൻ ബോർഡ് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് ഇസ്രയേൽ കടന്നുപോയ യഹൂദന്മാരും മലയാളികളായ പുരോഹിതന്മാരും കൂടെ ചേർന്ന് ഇസ്രായേൽ ഗവൺമെൻറ് അനുമതിയോടുകൂടെ ഒലിവുമലയിൽ മലയാളത്തിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറയുന്ന ഒരു സൈൻ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. അതും ചിത്രത്തിൽ കാണാം. അതിൻ്റെ അർത്ഥം എന്താണ്? അവർ വിശ്വസിച്ചാലും ഇല്ല എങ്കിലും അവർ വിശ്വസിക്കുന്നുണ്ട്, മസിയ
ഞങ്ങൾക്ക് രാജാവായി വരും. പുരാതന യഹൂദന്മാർ ഒലൂമലയ്ക്കും കിദ്രോ തോടിനും ഇടയിൽ, കിദ്രോ താഴ്വര കഴിഞ്ഞ് കിദ്രോ തോട്, കെദ്രോൺ എന്ന് പറയും, കിദ്രോൺ എന്ന് പറയും, തോട് കഴിഞ്ഞാൽ അവിടെ മുതൽ ഒരു മതിൽ കെട്ടും. പിന്നെ ഉയർന്ന ഒരു ചരിവാണ്. അവിടെ കണ്ണത്താ ദൂരത്ത് കിടക്കുന്ന ഒരു വലിയ ഒരു ശവക്കോട്ടയുണ്ട്. യഹൂദന്മാരുടെ ലോകപ്രശസ്തമായ ഒരു വലിയ ശവക്കോട്ട. അവിടെ 1,00,000-ലധികം വരുന്നതായ ശവകുടീരങ്ങളുണ്ട്. ബൈബിൾ പറയപ്പെടുന്ന കഥാപാത്രങ്ങളുടെ പലരുടെയും ശവകുടീരങ്ങൾ അവിടെയുണ്ട്. വെള്ള ബോക്സ് പിടിച്ചു വച്ചതുപോലെ, വെള്ളപ്പാറയിലുള്ള ബോക്സുകൾ പോലെ അനേക ശവകുടീരങ്ങൾ അവിടെയുണ്ട്, കല്ലറകൾ. അവിടെ ഒരു സത്യം വിളിച്ചു പറയുന്നത്, അവരുടെ സാക്ഷാൽ മസിഹ രാജാതി രാജാവായി ഭൂമിയെ ഭരിക്കുവാൻ വരുമ്പോൾ ഞങ്ങൾ അവൻ്റെ മുഖം കണ്ടുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് അവനോടുകൂടെ വാഴുമെന്നാണ്. എന്നാൽ കഴിഞ്ഞ കാലത്തിൽ വന്ന് ക്രിസ്തുവെന്നും മസിഹയെന്നും പറയുന്നതായ ഈ ലോകത്തിൽ ജനങ്ങൾ അംഗീകരിക്കുന്ന മസിഹയല്ല. ആ മസിഹയെ കൊല്ലാൻ ആർക്കും കഴിയുകയില്ല. സാക്ഷാൽ മസിഹ വരും. അവൻ വരുമ്പോൾ അവൻ്റെ മുഖം കണ്ട് ഞങ്ങൾ നല്ലൊരു പുനരുത്ഥാനം പ്രാപിച്ചുകൊണ്ട് അവനോടൊപ്പം വാഴും. അവർ വിശ്വസിക്കുന്നു. സത്യമായും അത് സംഭവിക്കാൻ പോവുകയാണ്. ദൈവമക്കളായ നമ്മൾ അന്ന് അവനോടുകൂടെ വാഴുകയും ഇവർക്കും ആ അനുഭവം ഉണ്ടാകുകയും ചെയ്യും. യെശയ്യാ പ്രവചനം 32-ാം അധ്യായത്തിൽ 1-ാം വാക്യം, ഒരു രാജാവ് നീതിയോടുകൂടെ വാഴും, അവൻ്റെ പ്രഭുക്കന്മാർ ന്യായാധിപന്മാരായിരിക്കും എന്നൊരു വാക്യോട് വായിക്കുന്നു. ഒരു രാജാവ് നീതിയോടുകൂടെ വാഴും, അവൻ്റെ പ്രഭുക്കന്മാർ അധികാരത്തോടെ ന്യായവിസ്താരം നടത്തുമെന്നുള്ള കാര്യം. അപ്പോൾ യേശു രാജാതി രാജാവായി ചക്രവർത്തിയായി വാഴുമ്പോൾ അവൻ്റെ വിശുദ്ധന്മാർ പ്രഭുക്കന്മാരായിരിക്കുമെന്നാണ്. പ്രഭു എന്ന് പറഞ്ഞാൽ ധനവാന്മാരെന്നുള്ള ഒരു അർത്ഥം നമുക്ക് വരുന്നത് അല്ലേ, ഈ ഭൂമിയിലെ മനുഷ്യരിൽ പ്രഭുക്കന്മാരുടെ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ. എന്നാൽ ഇവിടെ പറയുന്ന പ്രഭു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? സ്വർഗത്തിലെ ദൈവം സ്വർഗീയ മഹത്വത്തിന്റെ കാര്യവിചാരകന്മാരായി അധികാരജ്ഞന്മാരായി സൃഷ്ടിക്കപ്പെട്ട ദൂത സമൂഹങ്ങളിൽ അഥവാ മാലാഖമാരിൽ ഒരു കൂട്ടമാണ് പ്രഭുക്കന്മാർ. ആ പ്രഭുക്കന്മാരുടെ നിര 7 ഏഴുകളായി വലിയ നിരകൾ തന്നെ ഉണ്ട്. അതിൽ 2 പേരുടെ പേര് മാത്രമേ ബൈബിൾ പ്രസ്താവിച്ചിട്ടുള്ളൂ. പ്രധാന ദൂതനായ മീഖായേൽ, അതുപോലെ പ്രധാന ദൂതന്മാരിൽ ഒരുവനായ ഗബ്രിയേൽ. ദാനിയേൽ പ്രവചനം 11-12 അധ്യായങ്ങളൊക്കെ നോക്കിയാൽ മഹാപ്രഭുവായ മീഖായേൽ, ഞങ്ങളുടെ ഇടയിൽ പ്രഭുവായ മീഖായേൽ എന്നൊക്കെ അവിടെ വായിക്കുന്നു. സ്വർഗത്തിൽ നിന്നും അവരെ സഹായിക്കുവാനായി ഭാവിയിൽ പ്രത്യക്ഷപ്പെടുവാനും അവർക്ക് വേണ്ടി സഹായിയായി ഇരിക്കേണ്ടതായ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സൃഷ്ടികളായിരിക്കുന്ന സ്വർഗീയന്മാരായിരിക്കുന്ന ദൂതപ്രഭുക്കന്മാർ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇതാ ഒരു ദേശത്തിലെ പ്രഭുവായി ഒരു ആഡംബരപ്രിയനായി ജീവിക്കുന്ന ഒരു വ്യക്തി എന്നതുപോലെയല്ല, സ്വർഗീയമായ മഹത്വത്തിന് അധികാരവും അധികാരസാരത്വവും ഏറ്റെടുത്തതായ പ്രഭുക്കന്മാരെ പോലെ ദൈവത്തിന്റെ സഭാംഗങ്ങൾ അന്ന് ഭരണം നടത്തുമെന്ന ഒരു രാജാവ് നീതിയോടുകൂടെ യെരുശലേം രാജധാനിയാക്കിക്കൊണ്ട് ഭരിക്കുമ്പോൾ അവന്റെ വിശുദ്ധന്മാരായ ഞങ്ങൾ പ്രഭുക്കന്മാരായ അധികാരജ്ഞന്മാരായി ലോകത്തിൽ ഭരണം നടത്തും. എത്ര മനോഹരമായിരിക്കുന്നു! ഇനി അവയെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് തിരുവചനത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്ന മഹത്വ പ്രത്യക്ഷത, രാജാവായി വരുന്ന ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെക്കുറിച്ചുള്ള ചില വാക്യങ്ങൾ ഞാനിവിടെ വായിച്ചു കേൾപ്പിക്കാം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 11-ാം വാക്യത്തിലാണ് ശിഷ്യന്മാർ ചോദിക്കുന്നു, പറയുക, ഈ കാലഘട്ടത്തിലാണോ നീ ഞങ്ങൾക്ക് രാജ്യയഥാസ്ഥാനത്തായി തരുന്നത്? അപ്പൊ അതിന്റെ മറുപടി എന്നോണം അപ്പോസ്തലന്മാരിൽ കൂടെ ദൈവികമായ വെളിപ്പാടുണ്ടായി പറഞ്ഞ കാര്യം 2 തെസ്സലോനിക്കർ 1-ന്റെ 6-ാം വാക്യം, കർത്താവ് യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷപ്പെടും. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, കർത്താവ് യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷപ്പെടും. ഇവിടെ ശക്തിയുള്ള ദൂതന്മാരുമായി എന്ന് പറയുന്നതിന് 2 അർത്ഥമുണ്ട്. അതിൽ ഒന്ന്,
സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെട്ട സഭ ദൂതതുല്യരായി തീർന്നപ്പോൾ, ദൈവത്തിന്റെ ദൂതതുല്യരായ പ്രഭുക്കന്മാരായി തീർന്നപ്പോൾ, ആ ദൂതന്മാരുമായി വരുന്ന പ്രത്യക്ഷത എന്നാണ്. അവരോടൊപ്പം മറ്റു ദൂതന്മാരും കണ്ടേക്കാം. 2:8 വാക്യം അത് വായിക്കുന്നുണ്ട്. 1 തെസ്സലോനിക്കർ 3:13 വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശു തൻ്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ, അതിൽ നിന്ന് ഒരു അർത്ഥം മനസ്സിലാക്കിക്കൊള്ളണം. യേശുവിൻ്റെ രഹസ്യ പ്രത്യക്ഷതയാകുന്ന മേഘപ്രത്യക്ഷതയിൽ ഇവിടേക്ക് കയറി വരുവിനി എന്നുള്ള കാഹളം ധ്വനിക്കുമ്പോൾ, കർത്താവിൽ നിദ്ര പ്രാപിച്ചവരും ജീവനോടിരിക്കുന്നവരും ഒത്തൊരുമിച്ച് അതിവേഗത്തിൽ മിന്നൽ പോലെ മിന്നി സ്വർഗത്തിലേക്ക് മറിയുന്നു. അടുത്തതായി അവർ അവിടെ നിന്ന് തേജസ്സിന് പുത്രന്മാരായി ഭൂമിയിലേക്ക് വരുന്ന പ്രത്യക്ഷതയാണ് ഇവിടെ വായിച്ചത്. നമ്മുടെ കർത്താവ് യേശു തൻ്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയെങ്കിൽ ഇതാ അവൻ മേഘാരൂഢനായി വരുന്നുവെന്ന് വെളിപ്പാട് 1:7 വാക്യത്തിലും വായിക്കുന്നു. 2 തെസ്സലോനിക്കർ 2:8 വാക്യത്തിൽ കർത്താവ് യേശുവിൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ അവൻ്റെ വായിലെ ശ്വാസത്താൽ ശത്രുക്കളെ സംഹരിക്കും, അഥവാ ആന്റിക്രൈസ്റ്റിനെയും കൂട്ടരെ സംഹരിക്കുന്ന കാര്യം അവിടെ പറയുന്നു. അപ്പോൾ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ചുള്ള വാക്യമാണ്. മത്തായി സുവിശേഷം 24 അധ്യായം അതിൻ്റെ 30 വാക്യം. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും, ആകാശത്തിലെ മേഘങ്ങളുടെ മേൽ മഹാശക്തിയോടും മഹാ തേജസ്സോടും കൂടെ വരുന്നത് നിങ്ങൾ കാണും. ഇത് യേശുവിൻ്റെ രഹസ്യ പ്രത്യക്ഷതയല്ല. രഹസ്യ പ്രത്യക്ഷതയിൽ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെട്ടതായ സകല വിശുദ്ധന്മാരെയും സ്വർഗീയന്മാരാക്കി അവരുടെ തേജസ്സോടുകൂടെ അവിടെ ഇറക്കിക്കൊണ്ടുവരുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ളതായ മഹത്വ പ്രത്യക്ഷയുടെ വാക്യങ്ങളാണ് ധാരാളമായി കാണുവാൻ കഴിയുന്നത്. ആ വാക്യം ഒന്നുകൂടെ ഞാൻ വായിക്കുന്നു. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും, മേഘത്തിൽ പ്രത്യക്ഷപ്പെടുന്നു, ആകാശത്തിലെ മേഘങ്ങളുടെ മേൽ മഹാശക്തിയോടും മഹാ തേജസ്സോടും കൂടെ വരുന്നത് കാണും. ഏത് കണ്ണും അവരെ കുത്തിത്തുളച്ചവരും കാണത്തക്കവണ്ണം ഒലുമലയെ ലക്ഷ്യമാക്കിക്കൊണ്ട് വരുന്നതായ ആ മഹത്വ പ്രത്യക്ഷതയാണ്. അവയെക്കുറിച്ചുള്ള ചില വാക്യങ്ങൾ നേരത്തെ വായിക്കുകയും ചെയ്തു. ഇങ്ങനെ വരുന്നു. ഇനി കർത്താവ് ഇവിടെ വരുമ്പോൾ ചെയ്യുന്നതായ ഒരു കാര്യമുണ്ട്. അത് വെളിപ്പാട് പുസ്തകം 19 അധ്യായത്തിൽ 11 വാക്യം മുതൽ സ്വർഗം തുറന്നു, കർത്താവും വിശുദ്ധന്മാരുമായി പ്രത്യക്ഷപ്പെടുന്നു. 12 വാക്യത്തിൽ അവന് കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേക രാജമുടികൾ, എഴുതിയിട്ടുള്ളൊരു നാമമുണ്ട്. അനേക രാജമുടികൾ, അതിൻ്റെ അർത്ഥം എന്താണ്? രാജാവിന് ഒരു തലയേ ഉള്ളൂ, ഒരു തലയിൽ അനേക രാജകിരീടം. രാജമുടി എന്ന് പറഞ്ഞാൽ രാജകിരീടങ്ങൾ, രാജാക്കന്മാരുടെ കിരീടങ്ങൾ. രാജകിരീടങ്ങൾ ഒരു തലയിൽ എങ്ങനെ സ്ഥാപിക്കും? അർത്ഥം ഇതേയുള്ളൂ, ദൈവത്താൽ ഡിസൈൻ ചെയ്ത അലങ്കൃതമായ മനോഹരമായ ഒരു കിരീടം. അതിൽ രാജാക്കന്മാർ ഒരു കാലത്തും കണ്ടിട്ടില്ലാത്തതായ രാജരത്നങ്ങൾ പിടിപ്പിച്ചതായ രാജാക്കന്മാരുടെ രാജാവെന്നുള്ള അർത്ഥം വെളിപ്പെടുത്തുന്ന ഈ കിരീടം ദൈവം പുത്രന്റെ തലമേൽ ചൂടിച്ചുകൊണ്ടാണ് അയക്കുന്നത്. ആ കിരീടത്തെ കണ്ടുകൊണ്ടാണ് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ തന്നെ രാജാക്കന്മാർക്ക് പറയാൻ കഴിയും, ഞങ്ങളുടെ ആയുസിൽ കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതും ചിന്തിച്ചിട്ടില്ലാത്തതുമായ രാജാക്കന്മാരുടെ രാജാവായിരിക്കേണ്ട ആ കിരീടം തന്നെയാണ്. അപ്പോൾ ആ കിരീടം എന്തിക്കൊണ്ട് വരുന്നു? 13 വാക്യം, അവന് രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനം എന്ന് പേർ പറയുന്നു. ദൈവവചനം എന്ന പേർ, ദൈവവചനമായവൻ, ആദിയിൽ വചനമായിരുന്നവൻ, ആദിയിൽ വചനമായിരുന്ന കർത്താവ് ഇതാ വചനമായവൻ ഭരിക്കുവാനായി വരുന്നു. അതിനോടൊപ്പം 14 വാക്യം കൂടെ വായിക്കൂ. സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച്, സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ള കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. അവരോരോരുത്തരും പരിശുദ്ധിയുടെയും ശക്തിയുടെയും പ്രതീകമായ വെള്ള കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. ആ പ്രത്യക്ഷത എന്താണ്? കർത്താവ് യേശുവിനോടൊപ്പം സ്വർഗത്തിലെ ഒരു സൈന്യം വരികയാണ്. ഇതാ ബഹുപുരുഷാരമെന്ന് നേരത്തെ പല പ്രാവശ്യം കേട്ടില്ലേ? ആ ബഹുപുരുഷാരം സ്വർഗത്തിലെ ദൂതതുല്യരായി തീർന്ന ശക്തന്മാരാണ്, സഭയാണ്. ആ സഭയ്ക്ക് മറ്റൊരു പര്യായ പദമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. ക്രിസ്തുവിനോടൊപ്പം ശക്തി പ്രാപിച്ച സൈന്യം പോലെ വരുന്നു. മനസ്സിലായല്ലോ? സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രമായ വിശേഷ വസ്ത്രം ധരിച്ച് കർത്താവിനോടൊപ്പം അനുഗമിക്കുന്നു. 15 വാക്യം, ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. അർമഗദ്ദോൻ താഴ്വരയിൽ, അർമഗദ്ദോൻ യുദ്ധത്തിന് അവസാനമായിട്ടാണ് ഇത് സംഭവിക്കുന്നത്. അർമഗദ്ദോൻ യുദ്ധത്തിന് അവസാനമായി കർത്താവ് യേശു സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യം,
യേശുവിന്റെ വായിലെ കൽപ്പനയുടെ ശബ്ദത്താൽ, അതാണ് ഇവിടുത്തെ വായിക്കുന്നത്, ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്നും മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ പറയുന്ന ഓരോ വാക്കുകളും ഇടിമിന്നൽ പോലെ, വൈദ്യുതരംഗം പോലെ, റേഡിയേഷൻ പോലെ ശക്തിയോടുകൂടെ വരുന്നതായ വാക്കാണ്. അങ്ങനെ സംഭവിക്കട്ടെ, ശത്രുതകൾ മാറിപ്പോകട്ടെ, സൈന്യങ്ങൾ അപ്രത്യക്ഷമാകട്ടെ. ഈ അർത്ഥത്തിൽ കർത്താവ് അർമ്മഗദോൻ യുദ്ധത്തിന്റെ താഴ്വരയിലായിരിക്കുന്ന അവരോട് കൽപ്പിക്കുന്ന കൽപ്പനയിൽ ദൈവികമായ പവർ, തന്റെ വാക്കിന്റെ ശക്തിയാൽ വന്നിട്ട് അവിടെ വലിയൊരു സംഹാരം ഉണ്ടാകും. അപ്പോൾ തന്നെ യേശു അവിടെ ഭൂമിയിൽ കാല് കുത്തിയില്ല, വരുന്നതേ ഉള്ളൂ. മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു, ഇരുമ്പ് കോൽ കൊണ്ട് ഭരിക്കുവാനായിട്ടുള്ള വരവാണ്. കുതിരപ്പുറത്തിരിക്കുന്നവരോട് അവന്റെ സൈന്യത്തോട് യുദ്ധം ചെയ്യുവാൻ മൃഗവും ഭൂരാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ചു വന്നുകൂടിയത് ഞാൻ കണ്ടു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യേശുവിന്റെ വിശുദ്ധന്മാരുമായി വരുമ്പോൾ ആന്റി ക്രൈസ്റ്റിനും കള്ളപ്രവാചകനും അവരുടെ ആത്മാവിന്റെ വ്യാപാരത്തിലുള്ള മനുഷ്യർക്കും ഈ വരവിൽ മനസ്സിലാകും. സ്വർഗത്തിൽ നിന്ന് ശക്തിയോടുകൂടെ പ്രതാപത്തോടുകൂടെ വരുന്ന കർത്താവിനും ആ സൈന്യത്തിനും അവരെ ഈ ഭൂമിയിലുള്ളവർ കണ്ടാൽ മനസ്സിലാകും. അവരോട് യുദ്ധത്തിനായി തിരിയും. അതാണ് പറയുന്നത്, ഭൂമിയിലെ അർമ്മഗദോൻ യുദ്ധത്തിന്റെ അവസാനം ഇപ്രകാരമായിരിക്കും: കുതിരപ്പുറത്തിരിക്കുന്നവനോടും അവന്റെ സൈന്യത്തോട് യുദ്ധം ചെയ്യുവാൻ മൃഗവും രാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ചുകൂടി. അപ്പോൾ കർത്താവ് ചെയ്യുന്നത് എന്തെന്നറിയാമോ? 20-ാം വാക്യം, മൃഗത്തെയും അതിന്റെ മുൻപാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിന്റെ മുദ്ര ഏൽക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. ദൈവ വചനത്തിന്റെ ഏറ്റവും ശക്തമായ ഒരു വിഷയമാണത്. നിങ്ങൾ ശ്രദ്ധിക്കൂ, മഹാപീഡനത്തിന്റെ മധ്യഭാഗത്ത് നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചു. അവസാനം വന്നപ്പോൾ മൃഗമെന്ന് അവിടെ പറഞ്ഞു, ഇപ്പൊ വായിച്ച വാക്യം, മൃഗമെന്ന് പറഞ്ഞിരിക്കുന്നത് ആന്റി ക്രൈസ്റ്റ്. അവന്റെ വിഗ്രഹത്തെയും ആരാധിച്ച് മുദ്ര ഏൽപ്പിക്കുമാറാക്കിയതായ ഒരു വ്യക്തിയാണ് ആന്റി സ്പിരിറ്റ്. കർത്താവിന്റെ ഈ അർമ്മഗദോൻ താഴ്വരയിലോട്ടുള്ള വരവെങ്കിൽ കർത്താവിന്റെ വായിൽ നിന്നുള്ളതായ വാക്കിനാൽ അവിടെ ശത്രുസംഹാരം ഉണ്ടാകുന്നു. ഈ ഭൂമിയെ ഇപ്രകാരം ദുസ്സഹമാക്കി തീർത്ത ദുരാത്മാക്കളായ മൃഗത്തെയും കള്ളപ്രവാചകനെയും, എതിർക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും പിടിച്ച് ജീവനോടെ ഗന്ധകം കത്തുന്ന തീപ്പയിലേക്ക് തള്ളുന്നു. ഇതാ കണ്ടോ, പിശാചിനും അവന്റെ ദൂതന്മാർക്കുമായി ഒരുക്കിയിരിക്കുന്ന നരകം, നിത്യാഗ്നി, ദഹനാഗ്നി, ഫൈനൽ ഹെൽ, ലാക്ക് ഓഫ് ഫയർ, അതിവിടെ എഴുതിയിട്ടുണ്ട്. ആ നിത്യ തീപ്പയിലേക്ക് ഇരുകൂട്ടരെയും ജീവനോടെ തള്ളുന്നു. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അടുത്തതായി, ഇതെല്ലാറ്റിൻ്റെയും കാരണമൂർത്തിയായ കോരനായ പിശാചായ പഴയ പാമ്പായ സാത്താനായ ഈ ലൂസിഫറിനെ 1000 വർഷം അഗാധ കൂപത്തിലിട്ട് പൂട്ടുന്നു. അതെ, 20-ാം അധ്യായത്തിന് 1-ാം വാക്യം ഒന്ന് വായിക്കാമോ? അനന്തരം ഒരു ദൂതൻ അഗാധത്തിലെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട്, അധികാരം പ്രാപിച്ച ദൈവത്തിന്റെ ദൂതന്മാരിൽ ഒരുവൻ ഒരു വലിയ ചങ്ങലയും പിടിച്ചുകൊണ്ട് അഗാധത്തിന്റെ താക്കോലുമായി ഇറങ്ങി വരുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച്, മഹാസർപ്പത്തെ യുഗങ്ങൾക്കപ്പുറം മുതൽ മാനവരാശിയെ വഞ്ചിച്ച് നശിപ്പിച്ച് ഭൂമിയെ നരകതുല്യമാക്കി തീർക്കുവാൻ കാരണക്കാരനായ ഭൂതാത്മാവായ ആ ലൂസിഫറിനെയാണ് പറയുന്നത്. അവനെ എന്ത് ചെയ്തു? 1000 വർഷത്തേക്ക് ചങ്ങലയിട്ടു. 1000 വർഷത്തേക്ക് ചങ്ങലയിട്ടു. ഇവിടെ ബന്ധിച്ചു, അഗാധ കൂപത്തിൽ ബന്ധിച്ചു. അഗാധത്തിൽ, ബോട്ടംലെസ് പിറ്റ്, അടിയില്ല കുഴിയിലേക്ക് ബന്ധിച്ചു. പിന്നെ 1000 വർഷം കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ, 1000 വർഷം കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചു പൂട്ടുകയും, അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചു പൂട്ടുകയും മീതെ മുദ്ര ഇടുകയും ചെയ്തു. പിന്നെ അതിനുശേഷം അവനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടേണ്ടതുമാകുന്നു. അത് സന്ദർഭോചിതം 1-2 വാക്കുകൾ പറഞ്ഞ് ഞാൻ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കാം. ഈ 1000 വർഷം ക്രിസ്തു ഇവിടെ രാജഭരണം നടത്തണമെങ്കിൽ ഇന്ന് ഭൂമിയെ മുഴുവനും സാത്താന്യ വ്യാപാരത്തിന്റെ
അവസ്ഥയിൽ അവിടെ ഭൂമിയെ ദുസ്സഹമാക്കിക്കൊണ്ടിരിക്കുന്ന ആ ദുരാത്മാവിന്റെ ശക്തിയെ ഇവിടെ നിത്യമായി തീപ്പയിലേക്ക് വലിച്ചെറിയുന്നു, ബന്ധിക്കുന്നു. എല്ലാറ്റിൻ്റെയും ആരംഭങ്ങളുടെ ആരംഭമായി, പാപത്തിന്റെ ആരംഭമായി, എല്ലാറ്റിനും മൂർത്തിയായ ആ ഘോരനായ പിശാചിനെ അഗാധകൂപത്തിൽ ബന്ധിക്കുന്നു. ഭൂമിയിൽ ഇനി പാപം തുടരുവാൻ സാധ്യമല്ല. അങ്ങനെ ഭൂമിയിൽ പാപം തുടരുവാൻ സാധ്യമല്ലാതെ പാപികൾ ഉണ്ടായിരിക്കും, അവർക്ക് പാപം ചെയ്യാൻ കഴിയില്ല. മനസ്സിലാക്കുക. എന്താ പാപികൾ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ, മഹാപീഡനം അവസാനിക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന വ്യക്തികൾ ആര് രക്ഷിക്കപ്പെട്ടവരോ ദൈവമക്കളോ അല്ല, അവർ പാപികളാണ്. പക്ഷേ മരണം കാണാതെ പാപികളായും യുദ്ധത്തിന്റെയും അനന്തരഫലമായും മരിക്കാതെയും അംഗവൈകല്യത്തോടും മുടന്തന്മാരായും കണ്ണുപൊട്ടന്മാരായും ചെകിടന്മാരായും കുരുടന്മാരുമായിട്ടുള്ള ഒരു വലിയ വികലാംഗർ ഇവിടെ ഉണ്ടായിരിക്കും. സംശയമുണ്ടോ? ഭൂകമ്പം, മെഗാ സുനാമികൾ, അഗ്നിപർവ്വതങ്ങൾ, പിന്നെ കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റ്, അഗ്നിബാധ, വല്ലാത്തതായ ദുർവ്രണങ്ങൾ, പിന്നെ മഹാവ്യാധികൾ എന്നിവകളാൽ ഭൂവാസികളെ ദണ്ഡിപ്പിച്ച് അവസാനം മരണം കാണാതെ വണ്ണം ശേഷിച്ച ഒരു ന്യൂനപക്ഷം ശരീരത്തിൽ വിവിധങ്ങളായിട്ടുള്ള അംഗവൈകല്യമുള്ളവരായിരിക്കും. ആ അംഗവൈകല്യമുള്ളവരായിരിക്കുമ്പോൾ തന്നെ യേശുവിന്റെ ഈ വരവെങ്കൽ പാപത്തിന്റെ കാരണക്കാരായ 3 മൂർത്തികളെയും ഈ 2 സ്ഥലത്ത് ബന്ധിച്ചു കഴിയുമ്പോൾ ഇനി ഇവിടെ പാപം തുടരുവാൻ സാധ്യമല്ല. പക്ഷെ ദൈവമക്കളല്ലാത്ത ആളുകളായിരിക്കും. 1000 വർഷത്തെ ഭരണം കഴിയുമ്പോൾ ഇവിടെ ബന്ധിച്ചിരുന്നതായ ഘോരനായ പിശാചിനെ അല്പകാലത്തേക്ക് ഒന്ന് അഴിച്ചുവിടും. ആ വരവെങ്കൽ നടക്കുന്ന ഒരു യുദ്ധമുണ്ട്, അത് പിന്നാലെ പറയാം. 1000 വർഷത്തെ വാഴ്ചയെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടെ വേഗത്തിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. അപ്പോൾ ഭരണം ശാന്തമാകും, സമാധാനമാകും, ദൈവികമാകും, ദൈവഭരണമാകും. ദൈവം രാജാവായി ഭരിക്കുന്ന രാജ്യം ദൈവരാജ്യം. ആ രാജ്യത്തിന് ഒരു പ്രത്യേകത കൂടെ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കാം. യെശയ്യാ പ്രവചനം 32-ന്റെ 1-ാം വാക്യം, ഒരുവൻ നീതിയോടെ ഭരിക്കും. യെശയ്യാവ് 7-ാം അധ്യായത്തിന്റെ 21, 22 ആ വാക്യങ്ങളൊക്കെ വായിക്കുന്ന നന്നായിരിക്കും. പിന്നെ യെശയ്യാവ് 32-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ അത് വളരെ അത്യാവശ്യമായിട്ട് വായിക്കേണ്ടതാണ്. അവിടെ കണ്ണ്, ചെവി, നാവ്, വിക്ക് ഇതൊക്കെ ഉള്ള ആളുകളായിരിക്കും നമ്മുടെ ഉണ്ടായിരിക്കുന്നത്. ഒന്ന് വായിക്കാമോ? യെശയ്യാവ് 32-ന്റെ 3, 4. കാണുന്നവരുടെ കണ്ണ് ഇനി മങ്ങുകയില്ല, കാണുന്നവരുടെ കണ്ണ് ഇനി മങ്ങുകയില്ല. കേൾക്കുന്നവരുടെ ചെവി ശ്രദ്ധിക്കുകയും, കേൾക്കുന്നവരുടെ കേൾവി ശ്രദ്ധിക്കും എന്ന് പറയാ. കാത് ചികിത്സിക്കേണ്ട കാര്യമല്ല. അവിവേകികളുടെ ഹൃദയം പരിജ്ഞാനം ഗ്രഹിക്കും. വിക്കന്മാരുടെ നാവ് തടവില്ലാതെ വ്യക്തമായി സംസാരിക്കും. വിക്കന്മാരുടെ നാവ് തടവില്ലാതെ സംസാരിക്കും. ഇവിടെ ഞാൻ തന്നെ സംസാരിക്കും, എന്ത് ബുദ്ധിമുട്ടി പറയുന്നത് എനിക്കറിയാം, കേൾക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വിക്കന്മാർ ധാരാളമുണ്ട്. എന്നാൽ വിക്ക് കൂടാതെ വണ്ണം ദൈവത്തെ സ്തുതിക്കുന്ന സ്തുതിപ്പാടകന്മാരായ അവരെ നാവ് സ്വാതന്ത്ര്യമായി സംസാരിക്കും. 35-ന്റെ 5-6. അന്ന് കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും. ചെകിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കുകയുമില്ല. അന്ന് മുടന്തൻ മാനിനെ പോലെ ചാടും. തുള്ളിച്ചാടും. ഊമന്റെ നാവ് ഉല്ലസിച്ച് ഘോഷിക്കും. മരുഭൂമിയിൽ വെള്ളവും വിജനപ്രദേശത്ത് തോടുകളും. ഇത്രയും വലിയ മാറ്റം അവിടെ ഉണ്ടാകും. ഇതിന് ഒരു കാരണം പറയാം. യേശു ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന യെരുശലേമിൽ അഥവാ ഇസ്രയേലിന്റെ രക്ഷകനായി രാജാവായി വന്നു. ആദ്യം രക്ഷകനായി വന്നു. അവർ വന്നപ്പോൾ തന്നെ കർത്താവ് ആദ്യം ചെയ്തത് അവിടെയുള്ള സകല ദീനക്കാരെ സൗഖ്യമാക്കുവാൻ തുടങ്ങി, സകല ഭൂതങ്ങളെയും പുറത്താക്കുവാൻ തുടങ്ങി. ഒന്നുകൂടെ എടുത്തു പറഞ്ഞാൽ, ചിന്തിക്കാൻ വേണ്ടി പറയുന്നു, ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന ഇസ്രയേലായിരുന്നു ഏറ്റവും കൂടുതൽ ദീനക്കാരും ഏറ്റവും കൂടുതൽ പിശാച് ബാധിച്ചവരും ഭ്രാന്തന്മാരും ഉണ്ടായിരുന്നത്. ദുരാത്മാക്കൾ, ഭൂതാത്മാക്കൾ അകത്ത് കയറിയിട്ട് അവർ ശവക്കല്ലറകൾ താമസിച്ചിരുന്നു. പല ഭ്രാന്തന്മാരെയും യേശു സൗഖ്യമാക്കിയത് വായിക്കുന്നുണ്ട്. യേശു ഒന്നാമതായി വന്നത് അവിടെ ബന്ധനസ്ഥരെ വിടുവിക്കുവാനായിരുന്നു. യേശു സൗഖ്യദായകനാണ്. എന്നാൽ ഇവിടെ വരുമ്പോഴുള്ള സംഭവം എന്ന് പറയുന്നത്, കർത്താവ് യേശു ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ തന്നെ തന്റെ വായിലെ ശ്വാസത്താൽ ഈ ഭൂമിയിൽ അന്ധകാരത്തിലായിരിക്കുന്ന ജനത്തിന് വലിയൊരു മാറ്റമുണ്ടാകും. അംഗവൈകല്യമുള്ളതായ സകല വ്യക്തികളുടെയും രോഗം അപ്പോൾ തന്നെ മാറിപ്പോകും. മുടന്തന്മാരായിരിക്കുന്ന വ്യക്തികൾ മാനിനെ പോലെ തുള്ളിച്ചാടുവാൻ തുടങ്ങും. ചെകിടന്മാരുടെ കേൾവി ഇനി ഒരിക്കലും അടഞ്ഞിരിക്കുകയില്ല. അന്ധന്മാരായി ഒരു വ്യക്തിയും ഉണ്ടായിരിക്കുകയില്ല.
ഊനമില്ലാത്ത ശരീരത്തോടുകൂടെ നല്ല രക്തപ്രസരിപ്പോടുകൂടെ ആരോഗ്യവാന്മാരായി ക്രിസ്തുവിനോട് കൂടെ അന്നവർ അവിടെ ജീവിക്കും. അപ്പോൾ നോക്കണം, രക്ഷിക്കപ്പെട്ട സന്തതിയുടെ വർഗമല്ല എങ്കിലും പാപം ചെയ്യുവാൻ കഴിയാതെ വണ്ണം അവർ നല്ല മനുഷ്യരായി ജീവിക്കും. ഇനി നമുക്ക് 1-2 വാക്യം കൂടെ പെട്ടെന്ന് വായിക്കാം. 33-24 വാക്യം കൂടെ നോക്കൂ. അവിടെ എന്താണ് വായിക്കുന്നത്? യെശയ്യാ 33:24. എനിക്ക് ദീനം എന്ന് യാതൊരു നിവാസിയും പറയുകയില്ല. ഇപ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഒരു സഭായോഗത്തിൽ 1000-ഓ 2000-ഓ വ്യക്തികൾ ആരാധിക്കുന്ന ഒരു സഭായോഗത്തിൽ ഒരു വ്യക്തി വന്ന് രോഗശാന്തിയുടെ കൃപയുണ്ടെന്നുള്ളതായ തോന്നലിൽ വിളിച്ചു പറഞ്ഞാൽ തന്നെ അവിടെ നൂറുകണക്കിന് ആളുകൾ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായി മുന്നിൽ വരും. ചിലപ്പോൾ 1000 കൂടുന്നതായ സഭയിൽ 900 പേരും രോഗികളാണെന്ന് തെളിയിച്ചുകൊണ്ട്, തെളിവ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പുൽപ്പറ്റിന്റെ ചുറ്റിലേക്കും കൂടും രോഗശാന്തിക്ക് വേണ്ടി. കാരണം ഇന്ന് മനുഷ്യർ വിവിധമായ രോഗങ്ങളും വ്യാധികളാലും പിടിപ്പെട്ടവരാണ്. എന്നാൽ യേശുവിന്റെ 1000 വർഷ ഭരണത്തെങ്കിൽ എനിക്ക് ദീനമെന്ന് പറയുവാൻ ഒരുവൻ പോലും കാണുകയില്ല. അവൻ സൗഖ്യദായകനായി സ്വർഗീയ ആ മഹത്വത്തിൽ നിന്നും ഭൂമിയിലേക്ക് സ്വർഗീയ പ്രതാപത്തോടുകൂടെ അവൻ വെളിപ്പെടുമ്പോൾ തന്നെ അവന്റെ വായിലെ ശ്വാസത്താൽ അന്ധകാര ശക്തികളും രോഗാത്മാക്കളും മുഴുവനും മാറിപ്പോകും. ദേശം മുഴുവനും ശാന്തമായി തീരും. എനിക്ക് ദീനമെന്ന് യാതൊരു നിവാസിയും പറയുകയില്ല, അതിൽ പാർക്കുന്ന ജനത്തിന്റെ അകൃത്യം മോചിക്കും. ഈ നിൽക്കുന്നവരും കേൾക്കുന്നവരും ഇരിക്കുന്നവരും നടക്കുന്നവരുമായ നമ്മുടെ കാര്യം എടുത്ത് എന്തെല്ലാം വിവിധമായ രോഗത്തെക്കുറിച്ച് പറയാനുണ്ട്. 1 2 ഗ്രൂപ്പ് രോഗങ്ങളെ കുറിച്ച് പറയാനില്ലേ? പ്രിയമുള്ളവരെ, യേശുവിന്റെ വരവെങ്കിൽ അങ്ങനെ രോഗമുണ്ടെന്ന് പറയുവാൻ, അങ്ങനെ ദീനമുണ്ടെന്ന് പറയാൻ ഒരുവനും ഭൂമിയിൽ ഇല്ലായിരിക്കും എന്ന് പറയുന്നതായ ആ കാലഘട്ടം എത്ര മനോഹരമാണ്. അതാണ് യേശു ക്രിസ്തുവിന്റെ രാജവാഴ്ചയുടെ പ്രത്യേകത. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 30-ാം അധ്യായം 26-ാം വാക്യം, 30-ാം അധ്യായം 26-ാം വാക്യം. യഹോവ തന്റെ ജനത്തിന്റെ മുറിവ് കെട്ടുകയും അവരുടെ അടിപ്പിണർ പൊറുപ്പിക്കുകയും ചെയ്യുന്ന നാളിൽ ചന്ദ്രന്റെ പ്രകാശം സൂര്യന്റെ പ്രകാശം പോലെയാകും. അങ്ങനെ നമുക്ക് ഒന്ന് സ്വപ്നം കാണാൻ കഴിയുമോ? ചന്ദ്രന്റെ പ്രകാശം സൂര്യനെ പോലെയാകും. സൂര്യൻ ഇന്ന് പ്രകാശിക്കുന്ന പോലെ പ്രകാശം ചന്ദ്രനുണ്ടാകും. സൂര്യന്റെ ചൂടല്ല, പ്രകാശമാണ്. ഇന്ന് സൂര്യന്റെ ചൂട് ഈ പ്രകാശവും താങ്ങുവാൻ നമുക്ക് കഴിയുന്നില്ല ഒരു സൂര്യന്റെ കാര്യം. എന്നാൽ അന്ന് വരുമ്പോൾ ചൂടിന്റെ തീവ്രതയല്ല, പ്രകാശത്തിന്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ പ്രകാശം സൂര്യന്റെ പ്രകാശം പോലെയാകും. സൂര്യന്റെ പ്രകാശം 7 പകലിന്റെ പ്രകാശം പോലെ 7 ഇരട്ടിയായിരിക്കും. 7 ഇരട്ടി പ്രകാശിക്കും. സൂര്യന്റെ ചൂടെന്ന് അവിടെ പറയുന്നില്ല, പ്രകാശമാണ്. സൂര്യന്റെ പ്രകാശത്തെ അഭിമുഖീകരിച്ച് ഇവിടെ സകല പുല്ലുകളും സകല സസ്യങ്ങളും സകല കാർഷിക ഈ സസ്യലതാദികളും വളരുന്നുവെന്ന് നമുക്കറിയാം. അതിനെ ബേസ് ചെയ്താണ് ഇതിന് ഫലങ്ങൾ ഉണ്ടാകുന്നത്. മുട്ടുകളും പുഷ്പങ്ങളും അതിൽ നിന്ന് ഫലങ്ങളും ഉണ്ടാകുന്നതെങ്കിൽ ഇതാ സൂര്യന്റെ പ്രകാശത്തിന്റെ 7 ഇരട്ടി പ്രകാശത്തോടുകൂടി അത് ആയിരിക്കുന്നു. ചന്ദ്രൻ സൂര്യനെ പോലെ പ്രകാശിക്കുന്നു. ഈ അന്നത്തെ കാർഷിക വിളവുകൾ എന്ന് പറയുന്നത് 100 മേനി എന്നല്ല, അതിനപ്പുറം എന്ത് പറയാനാ, വളരെ സമൃദ്ധിയോടുകൂടെയുള്ള ഫലമായിരിക്കും. ഇപ്പോൾ ഇസ്രയേലിലും ലബാനോൻ ഭാഗത്തൊക്കെ പോയാൽ, യോർദാൻ തീരത്തൊക്കെ ഇപ്പോൾ പോയാൽ, ഇപ്പോഴത്തെ അവിടെ മരുഭൂമി പോലെ കിടക്കുന്ന സ്ഥലത്ത് തന്നെ ആധുനികമായ നശീകരണ ശക്തി അല്ലാത്തതായ രാസവളങ്ങൾ ചേർത്ത് അവിടെ കൃഷി ചെയ്യുന്നതായ ഇസ്രയേലിയരുടെ പരിപാലനത്തിൽപ്പെട്ട കൃഷിത്തോട്ടങ്ങൾ നോക്കിയാൽ 2.5-3 കിലോഗ്രാം വരെ ഭാരമുള്ളതായ തക്കാളിപ്പഴം അവിടെ ഉണ്ട്. കത്തിരിക്കയും അതുപോലെ എല്ലാ സാധാരണ പച്ചക്കറി ഐറ്റങ്ങളെ കണ്ടാൽ ഒരു കാഴ്ച വസ്തു പോലെ നോക്കിയിരുന്നു. അത്രത്തോളം വലുപ്പമുള്ളതായ കായികനികൾ അവിടെ ഉണ്ട്. ഈ നാശയോഗ്യമായ ഭൂമിയിൽ ഇപ്പോഴതുണ്ടാകുന്നുവെങ്കിൽ കർത്താവിന്റെ വരവിൽ സമൃദ്ധി എത്രത്തോളമായിരിക്കും? ഒരു മുന്തിരിവള്ളിയുടെ അനുഭവത്തെക്കുറിച്ച് ഒരു ഭക്തൻ പറഞ്ഞിരിക്കുന്നത്, ഒരു മുന്തിരിവള്ളി നട്ടാൽ അതിൽ നിന്ന് 1000 ശാഖകളായി പൊട്ടിപ്പുറപ്പെടും. 1000 ശാഖകളിൽ നിന്ന് 1000 മുന്തിരിക്കുലകൾ പുറത്തേക്ക് വരും. 1000 മുന്തിരിക്കുലകൾ പുറത്തേക്ക് വരും. ഓരോ മുന്തിരിക്കുലയുടെ ഓരോ മടയിൽ നിന്ന് ഒരു കുടം ചാറുണ്ടാകും എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ഒരു സമൃദ്ധി എന്നറിയാമോ? വാസ്തവമായി നമ്മൾ കണ്ണുകൊണ്ട് കാണുകയല്ല, നമ്മൾ അനുഭവിക്കുന്ന, ഭരണം നടത്തുന്ന ഒരു കാലമാണ് യേശുവിന്റെ രാജവാഴ്ചയുടെ കാലം. 65-ാം അധ്യായത്തിന്റെ 20-22 വാക്യം കൂടെ മന്നത്തെ മനുഷ്യന്റെ ആയുസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം കൂടെ വായിച്ച് വേഗത്തിൽ നടത്താം. അതിന്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ തൽക്കാലം ഇവിടെ പറയുവാൻ സമയവുമില്ല. ഒന്ന് വായിക്കൂ. കുറെ ദിവസം മാത്രം ജീവിച്ചിരുന്ന കുട്ടിയും
കുറേ ദിവസം മാത്രം ജീവിച്ചിരുന്ന കുട്ടിയും ആയുസ് തികയാത്ത വൃദ്ധനും അവിടെ ഇനി ഉണ്ടാകുകയില്ല. ബാലൻ 100 വയസ്സ് പ്രായമുള്ളവനായി മരിക്കും. 22 വാക്യം കൂടെ വായിക്കൂ. 22. മറ്റൊരുത്തൻ പാർക്ക എന്ന് വരികയില്ല, അവർ നടുകയും മറ്റൊരുത്തൻ തിന്നുക എന്ന് വരികയില്ല. 60 അധ്യായം എടുക്കൂ. അതിന് 22 വാക്യം. 60-22. 1000 വർഷത്തിനിടയിൽ അന്ന് ജീവിക്കുന്ന സാധാരണ വ്യക്തിയുടെ ഒരു കുടുംബത്തെ കുറിച്ച്, ഒരു കൊച്ചു കുടുംബം. ഇന്ന് 2 അംഗ കുടുംബമാണ്. ഭാര്യയും ഭർത്താവും കഴിഞ്ഞാൽ 2 മക്കൾ, സാധാരണ ചിലപ്പോൾ 1 ആകാം. ആ രീതിയിലാണ് ഇന്നത്തെ കുടുംബങ്ങൾ. എന്നാൽ അന്നത്തെ ഒരു കുടുംബത്തിന്റെ കാര്യം പറയുന്നു. പെറ്റ് പെരുകി നിറയുക എന്നുള്ള വാക്ക് അവിടെ നിവൃത്തിയാകുകയാണ്. കുറഞ്ഞവൻ 1000-ഉം. ഒരു ചെറിയ കുടുംബം എന്ന് പറഞ്ഞാൽ 1000 അംഗങ്ങൾ ഉണ്ടായിരിക്കും. സമൃദ്ധിയുടെ, ഊനമില്ലാത്ത, രോഗമില്ലാത്തതായ ആ കാലഘട്ടത്തിൽ മനുഷ്യന്റെ സമൃദ്ധിയുടെ ആധിക്യം കൊണ്ട് മനുഷ്യൻ പെറ്റ് പെരുകി വളരുകയാണ്. അപ്പോൾ ഒരു കൊച്ചു കുടുംബം എന്ന് പറഞ്ഞാൽ 1000 അംഗങ്ങളാണ്. അപ്പോൾ 1000 അംഗത്തിന് പാർക്കത്തക്കുള്ള എല്ലാ സംവിധാനങ്ങളും അതിന്റെ എല്ലാ സമൃദ്ധിയുടെ ഉണ്ടായിരിക്കും. പിന്നെ ചെറിയവൻ മഹാജാതിയുമായി. ചെറിയവൻ മഹാജാതി എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രം പോലെ ആയിരിക്കും ഒരു വലിയ കുടുംബം. വംശവർദ്ധനവും അത്രയും വ്യത്യാസമുണ്ട്. കാരണം പാപമില്ല, ഊനമില്ല, ശാപമില്ല, അതെല്ലാം എടുത്തു മാറ്റി അത്രയും മനോഹരമായ ദൈവം രാജാവായി ഭരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട രാജ്യമാണ് ദൈവരാജ്യം. അതാണ് സഹസ്രാബ്ദ വാഴ്ച. ഈ ദൈവരാജ്യം അക്ഷരികമാണ്. അത് നമ്മുടെ കർത്താവായ യേശു രാജാവായി ഭരിക്കുന്ന രാജ്യമാണ്. അവന്റെ വിശുദ്ധന്മാരായ നമ്മൾ ന്യായവിസ്താരം നടത്തുന്ന രാജ്യമാണ്. ഇത് ഭാവി പ്രത്യാശയിൽ നമ്മൾ പ്രത്യാശ പോലെ അവിടെ എത്തിച്ചേരുന്ന രാജ്യമാണ്. നമ്മൾ അവിടെ ആയിരിക്കുന്ന രാജ്യമാണ്. ചിലരൊക്കെയും ഭാവനയിൽ ഇത് ആത്മീയമായ ചിന്താഗതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെയല്ല. വേദപുസ്തകത്തിന്റെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള പഠനത്തെങ്കിൽ ഇത് അക്ഷരികമായി ദൈവം സ്ഥാപിക്കുന്ന ഒരു രാജ്യത്തെ കുറിച്ച് പറയുന്നു. അത് ഭൂമിയിൽ സ്ഥാപിതമാകും. ഈ വചനത്തിന് ഒരു മാറ്റവുമല്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കണം.